നമസ്കാരം, വെൽക്കം ടു ഗ്രോ ടോക്സ്. നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ആ ബ്രാൻഡിങ് തന്നെയാണ്. അപ്പൊ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ ഒരു ബ്രാൻഡിങ് കൺസൾട്ടന്റ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്പർ 1 ബ്രാൻഡിങ് കൺസൾട്ടന്റ് എന്ന് വേണമെങ്കിൽ പറയാം. മിസ്റ്റർ സിജു രാജനാണ്. സിജുവിനെ ഒരുപക്ഷെ നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, യൂട്യൂബ് വഴിയെല്ലാം അദ്ദേഹം ഒരുപാട് നാളായിട്ട് നമുക്ക് ആവശ്യമുള്ള ഏതൊരു സംരംഭകനും ആവശ്യപ്പെടുന്ന ഒരുപാട് നല്ല നല്ല കണ്ടന്റുകൾ കൊടുക്കുന്ന ഒരാളാണ്. ഒരു ഇൻഫ്ലുവൻസർ ആണ്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ബ്രാൻഡിങ്ങിനെ കുറിച്ച് അറിയാം, പഠിക്കാം. സോ മൂവ് ടു സിജു. സിജു, വെൽക്കം ടു ഗ്രോ ടോക്സ്. ഓക്കെ, അപ്പൊ സിജു ആദ്യം നമ്മളിവിടെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഒന്ന് പരിചയപ്പെടുത്താം. പേര് സിജു രാജൻ, സ്വദേശം പാലക്കാടാണ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പേര് ബ്രാൻഡ് ഡിസൈൻ LLP. മറ്റൊരു ഓർഗനൈസേഷൻ സ്കിൽ ടൈമെന്റ്. അപ്പോൾ ബ്രാൻഡ്സിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബ്രാൻഡ് കൺസൾട്ടേഷൻ, ഒപ്പം തന്നെ ലീഗൽ കൺസൾട്ടേഷൻ, ബിസിനസിന്റെ ലീഗലായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ആൻഡ് തേർഡ് വൺ ഓർഗനൈസേഷൻ ഡെവലപ്മെന്റ് ട്രെയിനിങ്. മറ്റൊരു ഓർഗനൈസേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് സ്കിൽ ടൈമെന്റ്. പേര് സ്കിൽ പ്ലസ് എന്റർടൈൻമെന്റ് കൂടെ ചേർത്തിട്ട്. അപ്പൊ നമുക്ക് എന്റർടൈൻമെന്റിലൂടെ ആൾക്കാരെ രസിപ്പിച്ച് അവരെ സ്കിൽഡ് ആക്കുക എന്നുള്ളൊരു പരിപാടിയാണ്. ഇപ്പോൾ ട്രെയിനിങ് ആണ് അതിന്റെ നമ്മൾ ആക്ടിവിറ്റീസ് പോകുന്നത് പതിയെ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിങ് പ്ലസ് കൺസൾട്ടിങ് ഇതാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ സ്കിൽ ടൈമിൽ എന്ത് സ്കിൽസ് ഫോക്കസ് ചെയ്യുന്നു? ഓൺടർപ്രണേഴ്സിന് വേണ്ടുന്ന സ്കില്ല്, അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് പ്ലാറ്റ്ഫോം സ്കിൽസ് വളരെ ഇമ്പോർട്ടന്റ്. നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്ന ആ ഒരു മേഖല തന്നെയാണ്. പിന്നെ അതല്ലാതെ ഓർഗനൈസേഷൻ അകത്ത് തന്നെ കുറെ അവിടുത്തെ എംപ്ലോയീസിന് കുറെ സ്കിൽസ് ഡെഫിനറ്റ്ലി വേണ്ടതായിട്ട് വരും. ആ ടീം പ്ലേയിങ് ആണെന്നുണ്ടെങ്കിലെല്ലാം അതെല്ലാം നമ്മൾ ഫോക്കസ് ചെയ്യും. അതായത് സംരംഭങ്ങളുടെ ഉള്ളിലെ സ്കിൽ ടൈറ്റ്മെന്റ്. ഓൺടർപ്രണേഴ്സിന് വേണ്ടുന്ന സ്കില്ല് നമ്മുടെ എന്റർടൈൻമെന്റിലൂടെ ഇന്നത്തെ ആൾക്കാർക്ക് വേണ്ടത് അതാണ്. ഒന്ന് രസിച്ച് കളിച്ച കാര്യങ്ങൾ പഠിക്കണം. ഓക്കെ, നൈസ്. ആ പേര് രണ്ടുപേരും കൊള്ളാം. ബ്രാൻഡിസം, സ്കിൽ ടൈറ്റ്മെന്റ്, ഇത് രണ്ടിലും ആക്ച്വലി ഉണ്ട്. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? നൈസ്. പാലക്കാടാണ്. എത്ര നാളായി ഈ ബ്രാൻഡിങ് അല്ലെങ്കിൽ കൺസൾട്ടിങ് മേഖലയിലേക്ക് വന്നത്? ഒരു 6 years. അതിന് മുന്നേ എന്താണ് കരിയർ, എങ്ങനെയായിരുന്നു? ഞാൻ ട്രെയിനറായിട്ട് തന്നെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്തിട്ട് മാർക്കറ്റിംഗ് ഡിവിഷനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ട്രെയിനറായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കേരള സർക്കാരിന്റെ തന്നെ അസാം എന്ന് പറയുന്ന ഒരു പ്രോജക്ട്, അഡീഷണൽ സ്കിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം. അപ്പൊ അതിലത്തെ ഫൗണ്ടേഷൻ ട്രെയിനറായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടേഷൻ ട്രെയിനറായി. പിന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ട്രെയിനറായി. ഈ ട്രെയിനിങ് എന്ന് പറയുന്ന മേഖല പിടിച്ച് പിന്നെ നമ്മൾ യൂട്യൂബിൽ റെഗുലർ ആയിട്ട് ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് സെർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. സോ ആൾക്കാരെ എൻക്വയറീസ് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് കുറെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ആൾക്കാർ തന്നിട്ടുള്ള പേരാണ് ഈ പറയുന്ന കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ വരുന്നത് ആക്സിഡന്റലി ആണ്. നമ്മൾ ഡിസൈനിങ് മറ്റു കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് പണ്ട് മുതലേ പഠിച്ചു വരുന്നത് അതിനോട് ഒരു വലിയൊരു താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരിക്കൽ പണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, 6 വർഷം അതിന് മുൻപായിട്ട്, ഏകദേശം 8-9 വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു എൻക്വയറി ഉണ്ട്, ഇതൊരു ലോഗോ ചെയ്ത് തരുമെന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടിനോട് ഡിസ്കസ് ചെയ്തു, ഇങ്ങനെ ഒരു എൻക്വയറി വന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഈ കണ്ണുകൂട്ടി എടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് പിന്നീട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി, അതിന്റെ റിസർച്ച് ചെയ്യാനായിട്ട് തുടങ്ങി. ബ്രാൻഡിസം പിരമിഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഒരു ട്രേഡ് നെയിം എങ്ങനെ ബ്രാൻഡ് നെയിം ആയിട്ട് മാറുന്നു, പിന്നെ അതുമായി ബന്ധപ്പെട്ട കുറെ സീരീസ് ഓഫ് വീഡിയോസ് നമ്മൾ ചെയ്യാൻ തുടങ്ങി. ധാരാളം ബ്രാൻഡിന് കൺസൾട്ടേഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു ജേർണി പോകുന്നത്. എല്ലാം പരസ്പരം കണക്റ്റഡ് ആയിരുന്നു. ബേസിക്കലി അതൊരു പ്രോഗ്രസീവ് ആയിട്ട് ലൈഫ് ട്രാവൽ ചെയ്ത് പോവാണ് ചെയ്തത് അല്ലേ? നമ്മൾ ഒരിക്കലും പ്രീ പ്ലാൻ ചെയ്തിട്ടായതല്ല ഇതൊന്നും. എനിക്ക് എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ടീച്ചിങ്ങിനോട് ഭയങ്കര താല്പര്യം. അതുകൊണ്ട് എനിക്ക് പ്രൊഫസർ ആവാനായിട്ടായിരുന്നു ആഗ്രഹം. സോ അങ്ങനെ ഞാൻ MBA ചെയ്തു, MCOM ചെയ്തു, രണ്ടിലും UGC നെറ്റ് ക്വാളിഫൈ ചെയ്തു, KCET ക്വാളിഫൈ ചെയ്തു. പക്ഷെ ബിസിനസിനോട് വലിയൊരു കമ്പം. രണ്ടും കൂടെ മേജ് ചെയ്തിട്ട് എനിക്ക് പിന്നെ ബിസിനസ്സുകാരെ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട് അതിനെ അറിയും. അപ്പൊ തന്നെ ഈ പറയുന്ന ഡിസൈനിനോട് ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ ബ്രാൻഡ് കൺസൾട്ടേഷൻ ഓൺടർപ്രണേഴ്സിന് ഒരിക്കലും ഈ ഡിസൈനിങ് അവർക്ക് ചെയ്യാനുള്ള സ്കില്ല് വേണമെന്ന് ഒരു നിർബന്ധമില്ല. സോ ആ ഒരു കൺസൾട്ടേഷന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് രണ്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓൺടർപ്രണേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും സുഹൃത്ത് സാറിന് അറിയാതിരിക്കാം, ബ്രാൻഡിംഗ് എല്ലാം നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത് റണ്ണിയായിട്ടുള്ള സ്കില്ല് പിന്നില്ല. ഒരിക്കലും ആ ബ്രാൻഡ് മുന്നോട്ടേക്ക് പോകത്തില്ല. നേരെ തിരിച്ചു അതുപോലെ തന്നെ നല്ല സ്കില്ലുണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, മാർക്കറ്റിംഗ് സ്കില്ലുണ്ട്. ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ വളരെ മോശമാണ്. ശരിക്കും ഈ ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ മോശമാണെന്ന് നമ്മൾ പറയുമ്പോൾ ഇത് പല ആൾക്കാർക്കും അത് മനസ്സിലാവുന്നില്ല. എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ മോശമാണ്, അല്ലെങ്കിൽ ബ്രാൻഡ് ഇപ്പൊ നമ്മൾ പലപ്പോഴും പറയും ലോഗോ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ തീം ഡിസൈൻ ചെയ്യണം. അപ്പോ എന്ത് കോസ്റ്റ് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു ലോ ലെവലിലാണ് എപ്പോഴും പലരും തിങ്ക് ചെയ്യുന്നത്. അതൊക്കെ നമുക്കൊന്ന് മാറ്റണം.
ഇന്നത്തെ ഒരു ചർച്ചയിൽ നമുക്ക് അതിന് നമ്മൾ ആദ്യം എന്താണ് ബ്രാൻഡ് എന്ന് മനസ്സിലാക്കണം. പലർക്കും അറിയത്തില്ല. ബ്രാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോഗോ ചെയ്ത് കഴിഞ്ഞാൽ ബ്രാൻഡായി, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ബ്രാൻഡായി കഴിഞ്ഞു ആൾക്കാരുടെ വിചാരമാണ്. പക്ഷെ ശരിക്കും ബ്രാൻഡ് എന്ന് വെച്ചാൽ ലോഗോ മറ്റൊന്നും അല്ല. ഇപ്പം ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, ആപ്പിൾ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഇമോഷൻ എന്താണ്? പ്രൈസ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും റിസർച്ച് പറയുന്നത് 95% ഇന്ത്യയിലും ഈ ഐഫോൺ ഓർഡർ ചെയ്തിട്ട് EMI ആണ് പലരും കൂടെ വന്നിരുന്നത്. അപ്പൊ പ്രൈസ് ആൾക്കാർ ഇന്നിപ്പോ അങ്ങനെ നോക്കുന്നില്ല. അപ്പുറത്തെ ഒരു ക്വാളിറ്റി, ഡിസൈൻ, ബ്യൂട്ടി ഇത്തരത്തിലൊരു പോസിറ്റീവ് ഇമോഷൻ ഉണ്ടല്ലോ, ഇത് തന്നെയാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. ഒരു പേര് കേൾക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന പോസിറ്റീവ് ഇമോഷൻ. സുബിലാൽ എന്ന് പറയുന്ന പേര് കേൾക്കുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് എന്തൊക്കെ ചിന്തകൾ വരുന്നു, അത് നമ്മുടെ ബ്രാൻഡാണ്. അതായത് നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്ത് പറയാം, നമ്മുടെ ബ്രാൻഡ്. അതൊരു ചെറിയ സാധനമല്ല, അപ്പൊ അത് വലിയൊരു പ്രോസസ്സാണ്. ബ്രാൻഡ് എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതിലെ ഒരു ഏറ്റവും ഫൗണ്ടേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു സ്റ്റേജ് ആണ് ഇതിന്റെ ബ്രാൻഡ് ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത്. അവിടെയാണ് ഈ തീം ഡെവലപ്മെന്റ്, ലോഗോ, പേര്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്നത്. അത് ഉണ്ടാക്കിയതിനു ശേഷം അതിന്റെ മേലെയാണ് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. റെഗുലർ ആയിട്ട് മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരുടെ മനസ്സിലേക്ക് അത് പതി, പിന്നെ ആ ബ്രാൻഡ് എവിടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യും, ട്രസ്റ്റ് വരും. നമുക്കറിയാം, ഇപ്പൊ നൈക്കിയുടെ ഒരു ഷോറൂമിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് അവര് പുതിയൊരു മോഡൽ ഷൂ ഇറങ്ങി, നമ്മൾ ഷൂ എടുത്ത് അത് എന്തെങ്കിലും കീഴുണ്ടോ നോക്കത്തില്ല, എവിടെയെങ്കിലും നൂല് വിട്ടുപോയിട്ടുണ്ടോ നമ്മൾ നോക്കത്തില്ല, ഉറപ്പാ ഇത് നല്ലതാണെന്നുള്ളത്. ആ ഒരു ട്രസ്റ്റ് വന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഏതെങ്കിലും ലോക്കൽ കടയിൽ കയറി കഴിഞ്ഞാൽ അപ്പോ ഈ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി വരുന്നു. ആൻഡ് അതിനപ്പുറത്ത് നമ്മൾ ഒരിക്കലും മാർക്കറ്റിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ആൾക്കാർ അത് മാർക്കറ്റിംഗ് ചെയ്തു. ഉദാഹരണത്തിന് KFCയുടെ പുതിയൊരു ഷോറൂം ഒരു നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് മാർക്കറ്റിംഗേ ചെയ്യണ്ട. ആദ്യത്തെ ഒരു മാസം അവിടെ നല്ല തിരക്കായിരിക്കും. അവിടെ കയറുന്നു, അത് ഈ ചിക്കൻ കഴിക്കാൻ വേണ്ടി മാത്രമേ ആൾക്കാർ കയറുന്നത്. അതിന്റെ ഒരു ഫോട്ടോ എടുക്കും, ഷെയർ ചെയ്യും, അങ്ങനെ ആൾക്കാർ. അപ്പൊ ഈ ബ്രാൻഡിന്റെ പ്രോസസ് എന്ന് പറയുന്ന ഇത്തരത്തിൽ ഒരു ലോങ് ടേം ആണ്. അതിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ബിസിനസ്സുകാർക്ക് ഇപ്പൊ ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്, അതിന്റെ അടിസ്ഥാനം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പേരിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബ്രാൻഡിനെ മാത്രമേ വായിക്കുന്നത്, അതിന്റെ ലീഗൽ കോംപ്ലിക്കേഷൻസ് വളരെ വലുതാണ്. ലോഗോന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ശരി, പാക്കിംഗ് ഡിസൈനിങ് കാര്യം കോപ്പിറൈറ്റ് ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു ഇഷ്യൂ ആണ് നമ്മുടെ നാട്ടില്, ഇന്ത്യയിൽ പ്രത്യേകിച്ച്. ഒക്കെ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബ്രാൻഡിങ്, എനിക്ക് തോന്നുന്നു ബ്രാൻഡിങ് തുടങ്ങേണ്ടത് സ്വപ്നത്തിലൂടെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ ഞാനൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ എന്റെ ഉള്ളിൽ ഏറ്റവും ആദ്യം വേണ്ടത് ആ സ്വപ്നം, ആ ചിത്രം വേണം, അല്ലെ? എന്റെ ബ്രാൻഡ്, ഇപ്പൊ ഞാനാണ് ബ്രാൻഡെങ്കിൽ ഞാൻ എവിടെയായിരിക്കും, എന്തായിരിക്കും, ഞാൻ എങ്ങനെ കാണപ്പെടും, എങ്ങനെ അറിയപ്പെടും, എന്നെ കുറിച്ച് ആൾക്കാർ എന്ത് തിങ്ക് ചെയ്യണം, എന്റെ കളർ എന്താണ്, അല്ലെ? എന്റെ വിസിബിലിറ്റി, എന്റെ പ്രൊപ്പോസിഷൻ എന്താണ്, എന്ത് വാല്യൂ പ്രൊപ്പോസിഷൻ ഞാൻ കൊടുക്കും, എന്തിനാ ആൾക്കാർ എന്റെ അടുത്തേക്ക് വരുന്നത്, ഞാൻ പോസിറ്റീവായിട്ട് അറിയപ്പെടുന്ന ഒരാളാണോ, നെഗറ്റീവായിട്ട് അറിയപ്പെടുന്ന ആളാണോ, എന്തിന് ഞാൻ അറിയപ്പെടണം, ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ അങ്ങനെ ഒരു ചിത്രം മനസ്സിലുണ്ടെങ്കിൽ അല്ലേ അതിന് മേലെ നമുക്ക് ഒരു കളർ പൂശാൻ പറ്റുള്ളൂ, ഒരു ലോഗോ കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? ആ ഒരു നമ്മളതിനെ ടെക്നിക്കലി പറയുന്ന പേരാണ് സ്റ്റൈൽസ്കേപ്പ്. സ്റ്റൈൽസ്കേപ്പ് എന്ന് പറയും. പണ്ട് അതിന് മൂഡ് ബോർഡ് എന്നൊക്കെ പല പേരുകളാണ്. സ്റ്റൈൽസ്കേപ്പ്, മൂഡ് ബോർഡ് ഇതെല്ലാം. അതെന്താണ് ശരി? ഇപ്പൊ മാഗി വിഷ്വലൈസ് ചെയ്യാം. മാഗി, ഓക്കെ. ഇപ്പൊ മാഗി വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിത്രമുണ്ട്. ഇനി നിറപറ വിഷ്വലൈസ് ചെയ്യാം, നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മറ്റൊരു ചിത്രമുണ്ട്. കൊക്കക്കോള. ഈ മൂന്ന് ചിത്രങ്ങളും വെവ്വേറെയാണ്, അല്ലെ? മാഗി എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കളർ എന്തായിരുന്നു? മഞ്ഞ കളർ. അതിന്റെ ഒരു തീം എന്തായിരുന്നു? കാർട്ടൂൺ ആണോ അതോ സീരിയസ് ആണോ? ഏത് മോഡായിരുന്നു? ഓക്കെ. ഈ ആരെയാണ് ഓർമ്മ വരുന്നത് കുടുംബത്തിലെ മാഗി കുട്ടികൾ? ആൻഡ് കുട്ടികളെ ഉണ്ടാക്കുന്നത് കുട്ടികളുടെ അമ്മമാരെ ഭാര്യ ഉണ്ടാക്കുന്നത്. ഇനി കൊക്കക്കോള എന്ന് മനസ്സിൽ വരുന്ന സമയത്ത് പെട്ടെന്ന് വരുന്നത് യൂത്ത്, റെഡ്. പിന്നെ വ്യക്തി ആരെയാണ് മനസ്സിൽ വരുന്നത്? കൊക്കോള. ഓക്കെ. ബൂസ്റ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് സച്ചിൻ. കൊക്കോളയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കൃത്യമായ ഒരു ബ്രാൻഡ് അവസ്ഥ ഉണ്ടായിരുന്നില്ല. പക്ഷെ ബൂസ്റ്റിന് ഉണ്ടായിരുന്നു. സച്ചിൻ, പഴയ ആൾക്കാരെന്നത് സച്ചിൻ, വിരാട് കോഹ്ലി. അപ്പൊ ഇത് ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടാവണം. നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് എന്ത് ഇമോഷൻ വരണം എന്നുള്ളത്, അത് പതിയെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബിൽഡ് ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടെ ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ ചിത്രം വിഷ്വലൈസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതല്ലേ? അതെങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അതിന് നമ്മള് ആൾക്കൊരു ബിസിനസ് ഐഡിയ ഉണ്ട്, അത് ഫീസിബിലിറ്റി സ്റ്റഡി എല്ലാം ചെയ്തു, അത് സക്സസ്ഫുൾ ആവുന്നുള്ള ഒരു തോട്ട് അവരുടെ മനസ്സിലേക്ക് വന്നു. അടുത്ത ചെയ്യുന്നത് നമ്മളെ കണക്ട് ചെയ്യുന്നു, നമ്മൾ അവരുമായിട്ട് ഒരു മീറ്റിംഗ് ആക്കുന്നു, അവരൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു, അവരെ കുറെ കൺഫ്യൂസ്ഡ് ആക്കുന്നു. ഇതിന്റെ ഭാവി എങ്ങനെ, എന്താണ് പ്ലാൻ ചെയ്യുന്നത്, ഭാവിയിൽ എന്തൊരു പ്രൊഡക്റ്റ് ആണ്, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഈ ആളിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്, ഈ ആള് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലെവൽ വരെ ഉയരാൻ കഴിയും,
അതിന്റെ അപ്പുറത്ത് നമുക്ക് ഡിസൈൻ എലമെന്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അത് പ്രശ്നം. അപ്പൊ ഒരു സ്ത്രീകൾ സാധാരണ ഒരു വീട്ടമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നൈക്കിയുടെ സ്റ്റൈലുള്ള ബ്രാൻഡിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിൽക്കാൻ കഴിയത്തില്ല അവർക്ക്. അപ്പൊ ആ പ്രൈസിന് ആ ഒരു ഹയർ പ്രൈസിൽ സാധനം കൊടുക്കാൻ കഴിയത്തില്ല. അവരെ ചെയ്യാൻ എക്സാമ്പിൾ ഞാൻ പറയാം, സ്ത്രീകൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ ഇപ്പൊ നാളെ പറയുന്നത് എന്റെ എക്സാമ്പിൾ വീട്ടിൽ സാധാരണ ഒരു കാരണം അവർക്ക് അത്രത്തോളം എക്സ്പോഷർ ഒന്നും കിട്ടിയില്ല. അപ്പം നമ്മൾ അത്തരത്തിൽ ആ മീറ്റിംഗിലെ കണ്ടക്ടിന് ശേഷം നമ്മൾ 3-4 സ്റ്റൈൽ സ്കേപ്പുകൾ ഉണ്ടാക്കണം. സ്റ്റൈൽ സ്കേപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ മാഗി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇല്ലാന്ന് വിചാരിക്കുക. അപ്പോ മാഗിക്ക് എനിക്കൊരു സ്റ്റൈൽ സ്കേപ്പ് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ ആദ്യം പ്ലാൻ ചെയ്യുന്നത് കുറച്ച് സ്പോർട്ടി ആയിട്ടുള്ള കുറച്ച് നല്ല എനർജി കിട്ടുന്ന ഭക്ഷണം. അപ്പൊ അതിനകത്ത് എനർജി ബേസ് ചെയ്തിട്ട് കുറച്ച് കളേഴ്സ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് എനർജി ഫോക്കസ് ചെയ്യുന്ന വ്യക്തികൾ ഒരു വിഷയം സച്ചിനോ അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്യും. അത്തരത്തില് ഒരു പോസ്റ്റർ പോലെ ഞാൻ ഉണ്ടാക്കും. ഒരു പോസ്റ്റർ പോലെ ഇത് കാണുന്ന പോലെ ഒരു പോസ്റ്റർ ഞാൻ ഉണ്ടാക്കും. ഇനി മറ്റൊരു തീം എടുക്കുകയാണെങ്കിൽ ഇപ്പം അഡ്വഞ്ചറസ് ആയിട്ടുള്ള തീം. ഇപ്പൊ നമുക്ക് അറിയുന്ന ആൾക്കാർക്ക് അഡ്വഞ്ചറസ് ട്രിപ്പ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവര് ദൂരെ മല കയറുന്നു, അവിടെ എന്തെങ്കിലും ഒരു ടെന്റ് അടിക്കുന്നു, അവിടുന്ന് ഫുഡ് ഉണ്ടാക്കുന്നു. അത്തരത്തിലൊരു തീം. അവിടെ ഫോറസ്റ്റില് രാത്രി എല്ലാം തീയൊക്കെ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ഒരു തീം. ഇതെല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യും. നമ്മൾ ഇമേജസ് എല്ലാം വെച്ചുകൊണ്ട് ഇവരുടെ പോസ്റ്റർ എങ്ങനെ ഉണ്ടാകുന്നുള്ള നമ്മൾ എല്ലാം ഉണ്ടാക്കും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും. കാരണം ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും ഇത്, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളായിരിക്കും ഇത്. ഇത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തില്ല, ഇത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യുന്നവർക്ക് ടോവിനോട് സിനിമ ഉണ്ടല്ലോ, സൂപ്പർമാൻ മിന്നൽ മുരളി ചിത്രം വരയ്ക്കാറില്ലേ, ഞാൻ എങ്ങനെ ആയിരിക്കണം, ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കണം, ഇത്തരത്തിൽ കുറെ ചിത്രങ്ങളായിരിക്കും നമ്മൾ ആക്കി കൊടുക്കുന്നത്. ഇവർക്ക് മനസ്സിലാവും എന്റെ ബ്രാൻഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഈ ഫൗണ്ടേഷൻ വെച്ചുകൊണ്ടാണ് നമ്മൾ അടുത്ത സ്റ്റേജ് പേരിലേക്ക് നമ്മൾ കടക്കുന്നത്. കാരണം ഈ ഫൗണ്ടേഷൻ ഇല്ലാതെ പേരിലേക്ക് നമുക്ക് ഒരിക്കലും എൻ്റർ ചെയ്യാൻ കഴിയത്തില്ല. ഇപ്പൊ മാഗിയുടെ പാക്കറ്റിൽ നമുക്ക് ഒരിക്കലും പറഞ്ഞു നിറ പറയാൻ എഴുതി വയ്ക്കാൻ കഴിയത്തില്ല, മാച്ച് ആവത്തില്ല. തീം ഡെവലപ്മെന്റ് ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. സിജു, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇ കൊമേഴ്സ്, അതായത് ചെറുകിട സംരംഭകർ അവരുടെ സ്വന്തമായിട്ട് ബ്രാൻഡ് ബിൽഡ് ചെയ്ത് ഇ കൊമേഴ്സിലേക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടുന്ന ബ്രാൻഡിങ് പെർസ്പെക്റ്റീവിനെ കുറിച്ചാണ്. ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ഒരു സെഗ്മെന്റ് ആണ്, പിന്നെ ഇ കൊമേഴ്സ് ബ്രാൻഡിങ്, പ്രൊഡക്റ്റ് ബ്രാൻഡിങ് വേറൊരു സെഗ്മെന്റ് ആണ്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ബ്രാൻഡിങ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ചെറുകിട സംരംഭകർക്ക് സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു എനി കമ്പനി ഗെറ്റിംഗ് ഇൻ ടു ഇ കൊമേഴ്സ്, അത് ആമസോണിലായിക്കോട്ടെ, സ്വന്തം ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ. അപ്പോൾ അത് സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം അവർ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അത് എനിക്കറിയില്ല എവിടെ തുടങ്ങണം എന്നുള്ളത്. ഇതാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ അത് എവിടെ തുടങ്ങണം എന്നുള്ളത് അതിന് ഡിഫറൻസ് ഒന്ന് നോക്കാം. അതായത് നമ്മളൊരു ഷോപ്പിൽ ഒരു പ്രൊഡക്റ്റ്, റീറ്റെയിൽ ഔട്ട്ലെറ്റ് ഒരു ഷോപ്പ് വയ്ക്കുന്നത്, ഇ കൊമേഴ്സിൽ ഒരു പ്രൊഡക്റ്റ് വയ്ക്കുന്നത്, രണ്ടും തമ്മിൽ കസ്റ്റമേഴ്സിന്റെ പെർസ്പെക്റ്റീവില് ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഒരു ഷോപ്പിലേക്ക്, ഒരു ലുലുവിലേക്ക് നമ്മൾ കയറി ചെല്ലുകയെന്ന് വിചാരിക്കുക. അവിടെ കോഫി പൗഡർ, അതിന്റെ കുറച്ച് ബ്രാൻഡ് കാണുകയാണ്. നല്ല പ്രീമിയം കളേഴ്സിൽ ഗോൾഡൻ കളറും പീകോക്ക് ബ്ലൂ കളറിലെല്ലാം പാക്കറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും, ഇത് നമ്മളെ കൊണ്ട് ഒക്കില്ല, നല്ല പ്രൈസ് കൂടുതലായിരിക്കും എന്നുള്ളൊരു ചിന്ത വരും. തൊട്ടപ്പുറത്ത് തന്നെ ഒരു മഞ്ഞ കളറിൽ കാപ്പിയുടെ കുരുവൊക്കെ വെച്ചിട്ട് സാധാരണ ഒരു പാക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇതിന് അധികം വിലയൊന്നും ഉണ്ടാവില്ല, ഇത് തോന്നൽ നമ്മുടെ മനസ്സിൽ വരും. ഒരുപക്ഷെ അതിന് വില വളരെ കുറവായിരിക്കാം ആ പ്രീമിയം കൈൻഡ് ഓഫ് പാക്കിംഗ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പാക്കിംഗ് കണ്ടുകൊണ്ട് ആൾക്കാർ ഇതിന്റെ വില എത്രയുണ്ടെന്ന് ആളുടെ മനസ്സിലേക്ക് ജഡ്ജ് ചെയ്യും. അത് എടുക്കാതിരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് റീറ്റെയിൽ മാർക്കറ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്സിൽ നമ്മൾ പ്ലേ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഈ MRP വലിയ രീതിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്. പ്രൈസിങ്ങിനനുസരിച്ച് നമ്മൾ ബ്രാൻഡിങ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ എക്കോണമി പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതൽ കുറച്ചൊരു മഞ്ഞ നിറം കൂടുതൽ കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പ്രീമിയം ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ചൊരു ഒരു ബ്ലാക്ക്, ഗോൾഡൻ, പീകോക്ക് ബ്ലൂ അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് കളേഴ്സ് നമ്മൾ കൂടുതൽ കൊടുത്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എങ്കിലും ആൾക്കാർ കൃത്യമായിട്ട് ജഡ്ജ് ചെയ്തിട്ട് ആൾക്കാർ എടുക്കത്തുള്ളൂ. പക്ഷേ ഇ കൊമേഴ്സിൽ അങ്ങനെയല്ല. ആമസോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രൈസും കാണാം. ഒരു ഉദാഹരണം പറയാം. ബാഗാണ് ഞാൻ വാങ്ങുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഒരേ ബ്രാൻഡിന്റെ ബാഗാണ് കാണുന്നത്, തൊട്ടടുത്തടുത്ത് കാണുന്നുണ്ട്. ഒരെണ്ണത്തിലെ കുറച്ച് ബ്ലറി ആയിട്ടുള്ള ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ ബാഗിന്റെ. ഓക്കെ, വില 1000 രൂപ, 1200 രൂപ, 5000 രൂപ ഫിക്സ് ചെയ്യാം. തൊട്ടടുത്തത് സെയിം ബ്രാൻഡിന്റെ തന്നെയാണ്. അതിന് മൾട്ടിപ്പിൾ ഇമേജസ് അതിനകത്ത് വെച്ച് നല്ല ക്ലാരിറ്റി ഉള്ള ഇമേജ്, അതിനകത്ത് ഒരു ലേഡി ബാഗ് തൂക്കി നിൽക്കുന്നത്, ഒരു ജെന്റ് ബാഗ് തൂക്കി നിൽക്കുന്നത്, ആ ബാഗിന്റെ ഫാബ്രിക് ഏതാണ്, ഇങ്ങനെ വട്ടത്തിൽ കുറെ സാധനങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഫാബ്രിക് ഏതാണ്, അതിന്റെ സിബിന്റെ ആ ഒരു ഫംഗ്ഷനാൽ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു 3-4 സ്ലൈഡ്സ് അതിനകത്ത് വെച്ചിട്ടുണ്ട്. സെയിം പ്രൈസ് ആണ്, നമ്മൾ ഏതെടുക്കും? അതെടുക്കും, രണ്ടാമത്തെ എടുക്കും. ഈവൻ ദോ പ്രോഡക്റ്റ് സെയിം ആണ്, കമ്പനി സെയിം ആണ്, പ്രൈസ് സെയിം ആണെന്നുണ്ടെങ്കിൽ പോലും ആൾക്കാർ എടുക്കുന്ന രണ്ടാമത്തേതായിരിക്കും. ദാറ്റ്സ് ബ്രാൻഡിങ്. അത്രയും ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇ കൊമേഴ്സിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു അട്രാക്ഷൻ, ആ ഒരു വിഷ്വൽ അട്രാക്ഷന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഇറസ്പെക്റ്റീവ് ഓഫ് ദ പ്രൈസ്.
ഓക്കെ. പ്രൈസ് ഈവൻ കുറവാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ നല്ല രീതിയിൽ ഈ ബ്രാൻഡിന്റെ ഒരു വിഷ്വൽ സാധനം കുറച്ച് നല്ല ഒന്ന് ഉയർത്തി വെച്ച് കഴിഞ്ഞാലേ ആൾക്കാർ എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർക്ക് കമ്പയർ ചെയ്യാൻ വളരെ ഈസിയാണ്. മറ്റേതുപോലെയല്ല, കടയിലെ പോലെയല്ല. കടയിൽ ആൾക്കാർ പ്രൈസ് കാണുന്നില്ല, പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പ്രൈസ് നോക്കുന്നത്. പക്ഷെ ഇവിടെ ആദ്യം പ്രൈസാണ് കാണുന്നത്. അപ്പോ നമ്മൾ ഇ കൊമേഴ്സിൽ ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും പറയുന്ന അപ്പൊ ശരിക്കും നമ്മൾ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തെ നമ്മൾ ഇ കൊമേഴ്സിന് വേണ്ടി തന്നെ മുൻകൂട്ടി കണ്ടിട്ട് ഡിസൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യണമെന്നല്ല. ഇപ്പൊ മാമഎർത്ത് എന്ന് പറയുന്ന ബ്രാൻഡ് തുടക്കത്തിൽ വന്നത് അവർ ഇ കൊമേഴ്സിൽ ആയിരുന്നു, റൈറ്റ്? പിന്നീടാണ് ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ ഷോപ്സിലൊക്കെ വന്നത്. പിന്നീട് അവരുടേതായിട്ടുള്ള എക്സ്ക്ലൂസീവ് ഷോറൂംസ് പിന്നീട് ഷോപ്സിലേക്ക് വന്നത്. ബോട്ട്, നമ്മുടെ ബോട്ട് കമ്പനി, അവരും ഇനിഷ്യലി ഇ കൊമേഴ്സിലായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ നാട്ടില് കടൽ കിട്ടുന്നുണ്ടോ എനിക്ക് അറിയില്ലെന്ന് തോന്നുന്നു, വളരെ കുറവാണ് വരാനായിട്ട് തുടങ്ങിയത്. അപ്പം ഈ ഇ കൊമേഴ്സിൽ ആദ്യം തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് ഇ കൊമേഴ്സിലേക്ക് ആദ്യം ഒന്ന് എൻട്രി ചെയ്യുക എന്നുള്ളതാണ്. എൻട്രി ചെയ്ത് നമുക്ക് നല്ലൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സിൽ വെക്കാനായിട്ട് കഴിയും. അപ്പം ചോദിച്ചാൽ ഉത്തരം ഇതാണ്, നമ്മൾ അത്തരത്തിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഇ കൊമേഴ്സിന് വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു ബ്രാൻഡിന് ഇപ്പോൾ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണല്ലോ, അതായത് എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ലിസ്റ്റ് ഉണ്ടോ? അതിൽ ഇപ്പം ഞാൻ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് ഇ കൊമേഴ്സിന് വേണ്ടി പ്ലാൻ ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം ടു സെൽ എ പ്രൊഡക്റ്റ് ഓൺലൈൻ? 2, ഞാൻ എന്തൊക്കെ ചെയ്യരുത്, അതുപോലെ എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കണം? ഇതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നമുക്ക് ഇ കൊമേഴ്സിന് മാത്രം എല്ലായ്പ്പോഴും നമുക്ക് ഇ കൊമേഴ്സിൽ മാത്രം പ്ലേ ചെയ്യാൻ കഴിയത്തില്ല. നമ്മുടെ ബിസിനസ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലാതെയുള്ള ഷോപ്സിൽ അല്ലെങ്കിൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂം എല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിലേക്ക് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു 10-20 വർഷത്തേക്ക് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് വേണം ഒരു ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനായിട്ട്. 20 years ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുമോ ഒരു സാധാരണ ഒരു സംരംഭകനെ കുറിച്ച്? പറയാൻ കഴിയത്തില്ല. മാമഎർത്ത് തുടങ്ങിയത് എങ്ങനെയായിരുന്നു? വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത സാധനമാണ്. ഇന്ന് എവിടെ നിൽക്കുന്നു? ബോട്ട് എങ്ങനെയാണ്? വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇന്ന് എവിടെ നമ്മൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞ പോലെ സ്വപ്നം കാണാം, ആ വലിയൊരു സ്വപ്നം കാണാം അതിലേക്ക്. കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒന്ന് പിടിച്ച് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പൊ നമുക്ക് എനിക്കാണെങ്കിൽ സുല സാറാണെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങളാണ് അല്ലേ. അപ്പോ നമ്മൾ പതിയെ അങ്ങനെ യാത്ര തുടരാണ്. ഓക്കെ, 20 അല്ല 15 വർഷം 15 വർഷത്തേക്കുള്ള ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. പ്ലാൻ എല്ലാം നമ്മൾ വിഷ്വലൈസ് ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇനീഷ്യലി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. 20 വർഷം അല്ലെങ്കിൽ 15 വർഷം ഈ ബ്രാൻഡ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ 20 വർഷം നമുക്ക് പ്രശ്നങ്ങളൊന്നും വരരുത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. അതായത് ഒന്ന് സ്റ്റൈൽസ്കേപ്പ് നിർമ്മാണമാണ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തീം ഡെവലപ്മെന്റ്. പക്ഷെ അത് ചെറിയ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അതിന് കഴിയണമെന്നില്ല. കാരണം ഒരു കൺസൾട്ടന്റിന് കാര്യം സോഫ്റ്റ്വെയർസ് ഒക്കെ അറിഞ്ഞ് എല്ലാം ചെയ്യുമ്പോഴേക്കും അതൊരു പണിയാണ്, ഒരു സമയം എടുക്കും. അപ്പോൾ ചെറിയ ബിസിനസ്സുകാർക്ക് ചെയ്യാൻ കഴിയണമെന്നില്ല. പക്ഷെ എന്നാലും അവരുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടാവണം. പക്ഷെ ഒരു ബ്രാൻഡ് കാണുന്ന ചെറുതായാലും വലുതായാലും ബ്രാൻഡ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അവരെന്തായാലും ചെയ്യണം എന്നാണ്. അല്ലെങ്കിൽ പിന്നീട് റീബ്രാൻഡിങ് പ്രോസസിന്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെയ്യണം. അപ്പം അത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പേരാണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഫാക്ടർ. അതായത് നമ്മളുടെ പിക്ചർ കിട്ടിയതിന് ശേഷം നമ്മൾ ഏത് തീമിലാണ് ഇറക്കുന്നത്? ഒരു ഹൈലി ഫാഷനബിൾ തീമാണോ നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ തീമാണോ നമ്മൾ എടുക്കുന്നത്, ഒരു വെസ്റ്റേൺ തീമാണോ, ഏത് തീമാണോ നോക്കിയിട്ട്, അല്ലെങ്കിൽ അഡ്വഞ്ചർസ് ആണോ, ഒരു ഫണ്ണി ആണോ? കാരണം എല്ലാത്തിനും വരുന്ന പേരുകൾ ഡിഫറെന്റ് ആണല്ലോ. അപ്പോ നമ്മൾ ഗ്രോത്ത് ടോക്ക് എന്ന് പറയുന്നത് ഇതിന്റെ തീം അങ്ങനെയാണ്, വളർച്ച എന്ന് പറയുന്ന ലക്ഷ്യമാണ്. അപ്പൊ അവിടെ നമുക്ക് അങ്ങനെ ഒരു പേരേ പറ്റത്തുള്ളൂ. സോ പേരിന്റെ തീരുമാനമാണ് അടുത്തത്. പേര് ഡിസൈഡ് ചെയ്യുന്ന സമയത്തും വളരെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് നമ്മളൊരു ഇന്ത്യയിലെ ഒരു ബ്രാൻഡ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. ഇന്നിപ്പോ ഇന്ത്യ പുറത്തുനിന്നും ഇല്ല, എല്ലാവിടെയും നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാൻ കഴിയുന്നതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം നോക്കേണ്ടതായിട്ട് വരും. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ്, ലോകത്ത് ഒരുപാട് സുബിലാൽ ഉണ്ടാവും. ഞാൻ ഒരു സുബിലാൽ ഞാൻ കേട്ടിട്ടുള്ളൂ കേട്ടോ, പേര് ഞാൻ കേട്ടിട്ടില്ല. സിജുരാജൻ ഒരു പക്ഷെ ധാരാളം. സിജുരാജൻ ഉണ്ടാവില്ല, സിജു ഉണ്ടാവും. സിജുരാജൻ ഉണ്ട് ഗൂഗിളിൽ നമ്മള് അടുത്തുള്ള സമയത്ത് കുറെ ഉണ്ട് വരും. പക്ഷെ അതിന്റെ ഇടയിൽ ഏതൊരു സിജുരാജൻ വന്നിരിക്കുന്നത്, അവനെങ്കിലും പുറത്താനുള്ള പരിപാടി ഞാൻ നോക്കുന്നത്. ലോകത്ത് ഒരുപാട് സിജുരാജന്മാർ, ഒരുപാട് സുബിലാലും, ഒരുപാട് ആൾക്കാർ നമ്മുടെ പേരിൽ ഒരുപാടുണ്ടാവും. പക്ഷെ ഒരു വീഗാർഡേ ഉള്ളൂ, ഒരു വീഗാർഡ്. ഒരു എലൈറ്റ് എന്ന് പറയുന്ന ബ്രാൻഡേ ഉള്ളൂ. ലോക്കലായിട്ട് എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും, പക്ഷെ നമുക്ക് അറിയുന്ന എലൈറ്റ് ഒന്നാണ്. സോ ബ്രാൻഡ് നെയിംസ് എപ്പോഴും ലോകത്തില് ഒന്നേ ഉണ്ടാവാൻ പാടുള്ളൂ ആ ഒരു സെഗ്മെന്റില്. ബ്രാൻഡ് നെയിം ചൂസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഡൊമൈനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പേഴ്സണലി പറയാം, എനിക്കാൾ കൂടുതൽ ആൾക്കാർക്ക് അറിയുന്നത് .com പ്രിഫർ ചെയ്യാനായിട്ട് പറയും. .in-നെക്കാളും ഏറ്റവും നല്ലത് .com തന്നെയാണ്. കാരണം പണ്ട് മുതലേ സെർച്ചിലും ഏറ്റവും ടോപ്പിൽ വരുന്നത് തന്നെയായിരിക്കുമല്ലോ .com. സോ ആ പേരിനോടൊപ്പം എന്തെങ്കിലുമൊക്കെ വാല ആഡ് ചെയ്തിട്ട് .com കിട്ടുന്ന പരിപാടിയില്ല. കോർ നെയിം ഇപ്പൊ ഫ്രൂട്ടി എന്ന് പറയുന്ന പേരാണെങ്കിൽ ഫ്രൂട്ടി ഡ്രിങ്ക്സ് .com അല്ലെങ്കിൽ അതൊക്കെ കിട്ടും. പക്ഷെ ഫ്രൂട്ടി എന്ന് പറയുന്ന പേര് നമുക്ക് കിട്ടണം. ഫ്രൂട്ടി.com നമുക്ക് അൾട്ടിമേറ്റ് ബ്രാൻഡിംഗ്. യെസ്.
ഇത് ഉണ്ടാക്കിയെടുക്കുന്ന അത്ര ഈസി അല്ല. അത്തരത്തിലുള്ള ബ്രാൻഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ പേര് കിട്ടത്തില്ല. ഇല്ല. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും കൺസ്ട്രക്ട് ചെയ്യേണ്ടതായിട്ട് വരും, പുതിയ പുതിയ പേരുകൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. ഫ്ലിപ്കാർട്ടിന്റെ ഒക്കെ പോലെ യെസ്, അത്തരത്തിലൊരു കമ്പൈൻ ചെയ്ത് രണ്ട് വാക്കുകൾ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ ഉണ്ടാക്കേണ്ടതായിട്ട് വരും. അതൊന്നും നോക്കേണ്ടത് അനിവാര്യമാണ്. രണ്ടാമത്തെ ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി. ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നുള്ള ഒരു 80% ഉറപ്പുള്ള പേരുകളായിരിക്കണം ചൂസ് ചെയ്യേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടിയില്ല, സംഭവിക്കാൻ പോകുന്നത് ഈ പേരിൽ വേറെ ആരെങ്കിലും ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫയല് ഒരു നോട്ടീസ് അയക്കാനായിട്ട് വരും, നമ്മൾ നിർത്തേണ്ടതായിട്ട് വരും. അത്തരത്തിൽ വന്നിട്ടുണ്ട്. എറൗണ്ട് അവർ ചോദിച്ചത് 50 ലക്ഷം രൂപയാണ്. ഈ പേര് നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് 50 ലക്ഷം രൂപ പേ ചെയ്യണം. മാത്രമല്ല ഇതെല്ലാം ഡിസ്പോസ് ചെയ്യേണ്ടതായിട്ട് വരും, ഇനി യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അതിലൊരു ലീഗൽ നോട്ടീസ് വന്നിട്ടുള്ള ഒരു ടീം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും, പലതും പറയത്തില്ല, പലതും അവിടെ വെച്ച് നിർത്താറുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ലീഗലി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ള ബ്രാൻഡിങ് ആക്ടിവിറ്റി, മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് എല്ലാം വേസ്റ്റ് ആവും. അപ്പം ഈ ട്രേഡ് മാർക്ക് കിട്ടുന്നുള്ളത് ഒരു 80% ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അതിലേക്ക് ആ ഒരു പേര് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഈ 3 കാര്യങ്ങൾ: ഒന്ന്, നമുക്ക് ലോകത്തിലെ പേരിൽ ഒരു കമ്പനിയെ പാടുള്ളത് നമ്മുടെ കമ്പനി ആയിരിക്കണം. 2, .com ഡൊമൈൻ കിട്ടുന്നുള്ളത് ഉറപ്പാക്കണം. മൂന്നാമത്തേത് ട്രേഡ് മാർക്ക് അവൈലബിലിറ്റി. ഈ 3 കാര്യങ്ങളും ഇൻഷുർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ്. മാത്രമല്ല നമ്മുടെ ഒരു തീമുമായിട്ട് കണക്ട് ചെയ്യും വേണം, പേര് കണക്ട് ചെയ്യാൻ വേണം. പക്ഷെ അതിന് കണക്ട് ചെയ്യാൻ നിർബന്ധമില്ല. ഇപ്പൊ നമ്മൾ ആപ്പിൾ ഫ്രൂട്ട്സ് അല്ല എപ്പോഴും പറയുന്ന ഒരു ക്ലീഷേ ഒരു എക്സാമ്പിൾ ആണ്. ബോട്ട്, അവരിറക്കുന്ന ബോട്ടല്ലല്ലോ, ഇലക്ട്രോണിക് സാധനങ്ങളല്ലേ. അപ്പം പേര് ഡിസിഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. പക്ഷെ അഗൈൻ ഈ ഡൊമൈനൊക്കെ കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പേരൊക്കെ എടുത്തു കൊടുക്കുന്നവര് നല്ല എമൗണ്ട് ആണ് വാങ്ങുന്നത്. അത് പക്ഷെ ഒരു അസറ്റ് ആണ്, ആ ഒരു ബ്രാൻഡ് നെയിം ഈസ് എൻ അസറ്റ്. അതുകൊണ്ട് കൺസ്ട്രക്ട് ഇപ്പോൾ നമ്മൾ റീസെന്റ് ചെയ്ത് കൊടുത്തുള്ളതായിരുന്നു ഓർഗസ്റ്റ് എന്ന് പറയുന്നത്. അവർ ഇറക്കുന്നത് ബനാന പൗഡർ, കുട്ടികൾക്കുള്ള കണ്ണൻകായുടെ പൊടി, അതാണ്. അപ്പോ 2 ടേംസ് എടുത്തു, ഓർഗാനിക് പ്ലസ് റോബസ്റ്റ്. അപ്പൊ രണ്ടും കൂടി ചേർത്തിട്ട് ഓർഗസ്റ്റ് എന്നാക്കി. .com കിട്ടി, ട്രേഡ് മാർക്ക് രജിസ്റ്റർ ആയി കിട്ടി. അപ്പൊ അങ്ങനെയുള്ള കുറെ പേരുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പേര് ക്രിയേറ്റ് ചെയ്യണം. നേരെ മറിച്ച് ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ ഏതെങ്കിലും പേര് എടുത്തു കഴിഞ്ഞാൽ ഡിലൈറ്റ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. ഡിലൈറ്റ് ഗൂഗിൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡിക്ഷണറി മീനിങ് ആയിരിക്കും വരും, നമ്മുടെ ബ്രാൻഡിന് വരത്തില്ല. സോ അത് വളരെ ഇമ്പോർട്ടന്റ്. പക്ഷെ വേറൊന്നും ചോദിക്കട്ടെ, ഈ ട്രേഡ് മാർക്ക് നമ്മൾ ഇന്ത്യയിൽ നമുക്ക് സെർച്ച് ചെയ്യുന്ന പോലെ എങ്ങനെയാണ് ഗ്ലോബൽ മാർക്കറ്റിൽ നമ്മൾ സെർച്ച് ചെയ്യുക? നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് കുറെ പ്രൈവറ്റ് സൈറ്റ്സ് ഉണ്ട്, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പക്ഷേ ഹൈലി എക്സ്പെൻസീവ് ആണ്. നമുക്ക് ഇന്ത്യയിലാണ് ഏറ്റവും റേറ്റ് കുറവ്. 4500 ഗവൺമെന്റ് ഫീസിന് നമുക്ക് ചെയ്യാം. പിന്നെ പ്രൊഫഷണൽ ഫീസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാൻ കഴിയും. പക്ഷേ മറ്റുള്ള രാജ്യങ്ങൾ UAE-ലൊക്കെ ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപയുടെ അടുത്തായിരിക്കും ഒരു ട്രേഡ് മാർക്ക് എക്സ്പെൻസ് വരുന്നത്. ഈ ഇന്റർനാഷണൽ ട്രേഡ് മാർക്ക് നമുക്ക് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും കൂടി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. അത് മാഡ്രിഡ് പ്രോട്ടോകോൾ എന്നൊരു സംഭവം ഉണ്ട്. അപ്പൊ അതിനകത്ത് വരുന്ന കുറെ 150ഓളം രാജ്യങ്ങളുണ്ട്. ആ രാജ്യത്തിലേക്കെല്ലാം ഒറ്റ ആപ്ലിക്കേഷൻ നമുക്ക് ചെയ്യാം. പക്ഷെ ഓരോ രാജ്യത്തിലെയും ഗവൺമെന്റ് ഫീസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കുകയും വേണം. ബേസ് ഫീസും ഉണ്ടാവും. ലക്ഷങ്ങൾ അപ്പുറം കടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ ഒരു ഗ്ലോബൽ സ്വപ്നം തൽക്കാലം മാറ്റി വെച്ചിട്ട് നമുക്ക് ചെറുകിട സംരംഭം ഇന്ത്യയിലെ സ്വപ്നം എന്തായാലും ഇന്ത്യയിലെ ബുദ്ധിമുട്ടൊന്നും 4500 രൂപ മുടക്കുന്നത് ഒരുപാട് പേര് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ അതൊരു പ്രശ്നമുള്ള കാര്യം. നമ്മൾ ചെയ്യാനുള്ള മടിയാണ് ആൾക്കാർക്കുള്ളൂ, ബാക്കി ചെയ്തു കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ, അതായത് മൂഡ് ബോർഡ് കഴിഞ്ഞാൽ പിന്നെ ലോഗോ, നെയിം കഴിഞ്ഞ ലോഗോ. അപ്പൊ ഈ മൂഡിനെയും ഒപ്പം തന്നെ പേരിനെയും നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ലോഗോ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പം ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എസ്പെഷ്യലി ഡിജിറ്റൽ സ്പേസിൽ പേ ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് പണ്ടത്തെ നമ്മളൊരു 10 വർഷം മുമ്പൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിലൊന്നും ഈ പറയുന്ന പ്രൊഡക്റ്റ് ഒന്നും അവൈലബിൾ ആവുന്നില്ല. അവർ ആ കൂടി ലോഗോ യൂസ് ചെയ്യുന്നത് അവരുടെ വിസിറ്റിംഗ് കാർഡിലെ ലെറ്റർ ഹെഡില്, പിന്നെ വലിയ ഹോർഡിങ്സ്, ചെറിയ പോസ്റ്റേഴ്സ്, ഫിസിക്കലായിട്ടുള്ള സാധനങ്ങൾ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നൊരു ആപ്പിന്റെ ഐക്കൺ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ലോഗോ വരണം. നമ്മുടെ വെബ്സൈറ്റിന്റെ ഫാബ്രിക് ആൻഡ് മേലത്തെ ആ ഒരു ഭാഗത്ത് ആ ഒരു ലോഗോ വരണം. അപ്പൊ നമ്മൾ വിശാലമായിട്ടൊരു ലോഗോ ചെയ്ത് വെച്ചു, എല്ലാ കളറും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട്. ഇത് ഫാബ്രിക് ആക്കി കഴിഞ്ഞാൽ ഒരു കുത്ത് കാണും, അതിൽ ഡോട്ട് കാണും, അതിനപ്പുറത്തൊന്നും കാണില്ല. അപ്പം ലോഗോന് 4 വേരിയൻസ് വേണം. ഒന്ന് പ്രൈമറി ലോഗോ, ദാറ്റ് ഈസ് ഫുൾ ആയിട്ടുള്ള ലോഗോ. 2 സെക്കൻഡറി ലോഗോ, നമ്മുടെ വെബ്സൈറ്റിന്റെ ഫൂട്ടറിലോ ഹെഡറിലോ ഒക്കെ വെക്കാൻ കഴിയുന്ന ചെറിയ സാധനം. ആൻഡ് 3 ടെറിഷറി ലോഗോ, അതിലും ചെറിയ എവിടെയെങ്കിലും പ്ലേസ്മെന്റ് ചെയ്യാൻ കഴിയുന്നത്. ആൻഡ് 4 ഫാബ്രിക്. അത് ഈ നമ്മുടെ ടീഷർട്ടിന്റെ ഒക്കെ സൈഡിൽ നമ്മുടെ ഈ ഒരു ഐക്കൺ പോലെ ഇത് നമ്മൾ എത്ര ചെറുതാക്കി കഴിഞ്ഞാൽ വിസിബിൾ ആയിരിക്കും. ഇത്തരത്തില് നമ്മള് ഇന്നത്തെ കാലത്ത് കളേഴ്സിന്, ലോഗോ കളറിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. കാരണം അത് ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഇത് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത്, നമുക്ക് നാളെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ചോപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി വരത്തില്ല. അപ്പോൾ
അത് വേറെ കളർ മാറ്റി അത്തരത്തിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കാം നമ്മുടെ ലോഗോ എന്ന് പറയുന്നത്. ഈ പണ്ടൊക്കെ നമ്മൾ ലോഗോസ് കാണുമ്പോൾ 3D എഫക്റ്റിലൊക്കെയാണ് ലോഗോ ആൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നത് അല്ലെ? ഇപ്പൊ ഒന്നുമില്ലല്ലോ, ഇപ്പൊ മെറ്റീരിയൽ പ്ലെയിൻ. പണ്ടത്തെ ലോഗോ എന്ന് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴൊക്കെ വളരെ എലമെന്റ്സ് കുറച്ച് വരാൻ തുടങ്ങി. ഫ്ലാറ്റ് ലോഗോസ് വരാൻ തുടങ്ങി, സിംഗിൾ കളർ ലോഗോയിലേക്ക് ആൾക്കാർ എൻ്റർ ചെയ്യാൻ തുടങ്ങി. പണ്ടൊക്കെ ഗ്രേഡിയന്റിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നു, കാണുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒക്കേഷനിൽ നമ്മൾ ചെറിയ പോസ്റ്റേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുന്നുള്ളതല്ലാതെ അവരുടെ റൂട്ട് ലോഗോ എപ്പോഴും സിംഗിൾ കളറിലൊക്കെയാണ്. ലോഗോയില് പേര് ഇപ്പൊ ഫേസ്ബുക്ക് പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, എഫ് മാത്രമാണ് പിന്നെ വേറിട്ട് നിൽക്കുന്നത് ചില. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതാണോ നല്ലത്, അതോ ഡിസൈൻ ചെയ്തുകൊണ്ട് ഇപ്പൊ ആപ്പിൾ എടുത്തു കഴിഞ്ഞാൽ ആപ്പിൾ കഴിക്കുന്ന ആപ്പിൾ ആണ്, അപ്പൊ അതെങ്ങനത്തെ? അത് പല രീതിയിലുള്ള ലോഗോസ് ഉണ്ട്. നമുക്ക് വേർഡ് മാർക്ക് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. പലരുടെ സംശയം ഇതാണ്, ഇപ്പം പേര് നമ്മൾ ഡിസൈനിൽ ചെയ്ത് ഒരു സെപ്പറേറ്റ് ഫോണ്ടിൽ ചെയ്തതാണ്, അത് ലോഗോ ആയിട്ട് പരിഗണിക്കാൻ പലർക്കും മടിയാ. ഇത് ലോഗോ അല്ലല്ലോ, അത് പേരല്ലേ. പക്ഷെ കൊക്കക്കോള എഴുതിയിട്ടുള്ളത് ലോഗോ ആണ്. കൊക്കക്കോള എഴുതിയിട്ടുള്ളത് അവിടെ കൊക്കക്കോള എന്നല്ല, സുബിലാൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ബോർഡിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ കൊക്കക്കോള എന്ന് പറഞ്ഞ ആൾക്കാർ എടുക്കും. കാരണം ആ ഫോണ്ട് ആൾക്കാർ മനസ്സിലാക്കും അത് ലോഗോ ആണ്. അതിനാണ് വേർഡ് മാർക്ക് എന്ന് പറയുന്നത്. ആ വേർഡിന് തന്നെ നമ്മളൊരു മാർക്കായിട്ട് എഴുതുന്നു. അത് നമുക്ക് കോപ്പിറൈറ്റ് ചെയ്യാൻ പറ്റും, ട്രേഡ്മാർക്ക് എടുക്കാനായിട്ട് കഴിയും, ആ ഒരു പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിയും. മറ്റൊന്ന് നമുക്ക് അബ്സ്ട്രാക്ട് മാർക്ക് ഉണ്ട്. പ്രഥമ ദൃഷ്ടിയ നമുക്ക് പ്രത്യേകിച്ച് അർത്ഥമൊന്നും തോന്നത്തില്ല. ഇപ്പൊ പെപ്സിയുടെ ആ വട്ടം മീനിങ് അറിയത്തില്ല. പണ്ട് നമ്മൾ കളിക്കുന്ന സമയത്ത് ബോൾ ഏതാണ്ട് ആ ഷേപ്പിലെ ബോൾ വരും. അപ്പൊ അതാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ അഡിഡാസിന്റെ ലോഗോ, ഫ്ലവറി ഷേപ്പ്. പക്ഷെ ഡെഫിനറ്റ്ലി അതിന്റെ അർത്ഥം ഉണ്ടാവും. ഒന്ന് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ അർത്ഥം കിട്ടും. പക്ഷെ കാണുന്ന സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് അർത്ഥം തോന്നത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള അബ്സ്ട്രാക്ട് ലോഗോസ് നമുക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ റിയലി നമ്മൾ കാണുന്ന പ്രൊഡക്റ്റിന്റെ ഇത് വെച്ചുകൊണ്ടുള്ളത്, ഇപ്പം ഒരു പൂച്ച ചാടുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലീഫിന്റെ ഷേപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിൾ, ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ കാണുന്ന സാധനങ്ങളാണ്. അത് വെച്ചുകൊണ്ട് നമുക്ക് അതിനൊരു ലോഗോ ആയിട്ട് നമുക്ക് എടുക്കാം. പക്ഷെ അതിനെല്ലാം എന്തോ ഒരു പർപ്പസുമായി, ഇപ്പൊ പ്യൂമയുടെ അതുപോലത്തെ ഒരു ലോഗോ ആണ് അല്ലെ. പക്ഷെ അതൊരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് തരുന്നുണ്ട് അല്ലെ, ഒരു ചീറ്റ പോലത്തെ ഒരു എനർജി. അപ്പൊ അതുപോലെ പിക്ക് ചെയ്യുന്ന കുറെ ഇപ്പൊ ബട്ടർഫ്ലൈ ഒക്കെ യൂസ് ചെയ്യുന്ന കുറെ ലോഗോസ് ഉണ്ട്. അത് വേറെ തന്നെ ഒരു ഫീൽ, സോഫ്റ്റ് ആയിട്ട് ടച്ച് വരുന്ന. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് തന്നെയാണ് നമ്മുടെ തീം. അതാണ് ആദ്യം മൂഡ് ബോർഡ് ഉണ്ടാക്കിയതിനു ശേഷമാണ് ഇതിലൊക്കെ എൻ്റർ ചെയ്യാനായിട്ട്. ആദ്യം ലോഗോയിലേക്ക് കടന്നു കഴിഞ്ഞാൽ സംഭവം നടക്കില്ല. അപ്പോൾ നമ്മുടെ തീമിനനുസരിച്ചിട്ടുള്ള ലോഗോ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലോഗോ തന്നെ പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. ലോഗോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അത് ഒരു ലോഗോ ഡിസൈനർക്ക് കൊടുക്കുന്നതാണോ നല്ലത്? ഇപ്പൊ AI ലോഗോ മേക്കർ എന്ന് പറഞ്ഞിട്ട് കുറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. നമ്മൾ ഇന്ത്യയിൽ അത് വന്നിട്ടില്ല, പക്ഷേ വൈകാതെ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം AI യൂസ് ചെയ്തിട്ടുള്ള ലോഗോസിന് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ഭാവിയിൽ വരാൻ സാധ്യത കൂടുതലാണ്. കാരണം അത് എന്റെ അല്ല, അത് AI ഉണ്ടാക്കിയതാണ്. എന്റെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല അത് AI ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിൽ ഒരു നിയമപ്രശ്നങ്ങൾ എന്തൊക്കെയോ ഉള്ളതായിട്ട് നമുക്ക് തോന്നും. ഒരു എത്തിക്കൽ പ്രശ്നം അതിനകത്ത് വരുന്നുണ്ടാവും. അപ്പോൾ AI യൂസ് ചെയ്തിട്ട് ലോഗോ ഡെവലപ്മെന്റ് പരമാവധി ചെയ്യാതിരിക്കുക. കോൺസെപ്റ്റ് എടുക്കാം. കോൺസെപ്റ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പല സോഫ്റ്റ്വെയർസും വെബിൽ തന്നെ കുറെ വെബ്സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ക്യാൻവയ്ക്കകത്ത് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് ട്രേഡ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പോ ക്യാൻവയിൽ കുറെ അവൈലബിൾ ആണ് ലോഗോസ്, പിന്നെ ഫ്രീ പിക്കിൽ കുറെ ലോഗോസ് അവൈലബിൾ ആണ്. അപ്പൊ ആ ലോഗോസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്ലാറ്റ്ഫോം നമുക്ക് ലൈസൻസ്, ഇപ്പൊ പ്രോ ലൈസൻസ് ഉള്ള ക്യാൻവ യൂസർ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും ആ ഫയൽ. പക്ഷെ അത് നമുക്ക് ട്രേഡ് മാർക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വരുമോ ഇല്ലയോ? വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. നമുക്കത് എന്തെങ്കിലും ഒബ്ജക്ഷൻ ഒപ്പോസിഷൻ വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം ഞാൻ അത് എടുത്തത് വേറെ ആർക്കും വേണമെങ്കിൽ ഈസി ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യാം, വേറെ ആൾക്കും അത് ഡൗൺലോഡ് ചെയ്യാം. അങ്ങനെ ചെയ്യാതിരിക്കുക. നമുക്ക് നമ്മുടെ ലോഗോ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ഒരുപാട് അല്ലാതെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പക്ഷെ ഒരു സമയം സ്പെൻഡ് ചെയ്യണം, അതിനുവേണ്ടി സമയം എഫേർട്ട് സ്പെൻഡ് ചെയ്യണം. കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഫ്രീ പിക്കിനൊക്കെ എടുത്തിട്ട് കുറെ സാധനങ്ങൾ അങ്ങോട്ടും ചെയ്യുന്ന തിങ്സ്. പക്ഷെ അത് ഈവൻ ഡിസൈനേഴ്സും അങ്ങനെ ചെയ്യുന്നതുണ്ട്. പക്ഷെ അതിന് ഇൻസ്പിറേഷൻ എടുക്കാം. പക്ഷെ ടോട്ടലി അത് തന്നെ അങ്ങ് എടുത്തിട്ട് 500 രൂപയ്ക്ക് ലോഗോ ചെയ്ത് കൊടുക്കുന്ന പരിപാടി അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഇത്തരം സർവീസുകൾ. കാരണം നമുക്കിത് ലോങ് ടേമിലേക്ക് വേണ്ടതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ലോഗോ ഡിസൈനിങ് ഒരു ഡിസൈനിങ് മാത്രമല്ല, ഈ റിസർച്ചും കൂടെ ചെയ്യണം. അതായത് ഇതിന്റെ കോപ്പി ഇമേജസ്. ഇപ്പൊ ഒരു ലോഗോ ഇതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അഗൈൻ മില്യൺസ് ഓഫ് ക്രിയേറ്റിവിറ്റി നടന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് നമ്മളുടെ ഒരു ഐഡിയ, ഒരു യൂണീക്ക് ഐഡിയ ആവണമെന്നില്ല. അപ്പൊ നമ്മളത് എങ്ങനെ സെർച്ച് ചെയ്യും? ഓൾറെഡി ലോഗോ എക്സിസ്റ്റിംഗ് ആണോ? അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ഇന്ത്യയില് പേര് ട്രേഡ് മാർക്കിനകത്ത് സെർച്ച് ചെയ്യാം. ആളുടെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ, അതുമായിട്ട് റിസംബ്ലൻസ് വരുന്ന, ഫോണറ്റിക്കലി റിസംബ്ലൻസ് വരുന്ന പേരുകൾ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ നമുക്ക് നോക്കാം. പക്ഷേ ലോഗോ ചെക്ക് ചെയ്യാനായിട്ട് ഒരു ഓപ്ഷൻ അതിനകത്ത് ഇല്ല. നമുക്ക് ഈ ഗൂഗിൾ ലെൻസ് യൂസ് ചെയ്യാം. ഗൂഗിൾ ലെൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇമേജ് സെർച്ച് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇപ്പൊ മറ്റൊരു സാധനം വന്നിട്ടുണ്ട്, ചാറ്റ് ജിപിടിക്കകത്ത് തന്നെ നമുക്ക്
ഫോട്ടോ എടുത്തിട്ട് സെർച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട്. ടർബോ 4 പുതിയ Yes. അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. അല്ലാതെ ഈ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം അതിനകത്ത് ഇല്ല അല്ലെ? കാരണം ഇത് പലപ്പോഴും നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരാൾ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് ഡൽഹിയിൽ ബെൻസ് എന്ന പേരുള്ള ഒരു അണ്ടർവെയർ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? ഇല്ല. ബെൻസ് എന്ന് പേരുള്ള ഒരു അണ്ടർവെയർ ഉണ്ടായിരുന്നു. എന്നിട്ട് അവസാനം അത് കോടതിയിലെത്തിയപ്പോ ജഡ്ജ് പറയാണ് നിങ്ങൾ പറയുന്നതെല്ലാം ശരി, പക്ഷെ ബെൻസ് എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ വരുന്നത് മെഴ്സിഡസ് ബെൻസ് ആണ്, അപ്പൊ അതുകൊണ്ട് ഈ നിങ്ങളുടെ ബ്രാൻഡ് നിർത്തണം എന്ന് പറഞ്ഞിട്ട് അതിനെയാണ് വെൽ നോൺ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. പറഞ്ഞു ഇന്റർനാഷണലി നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ചില ബ്രാൻഡ് നെയിംസിന് വെൽ നോൺ ക്ലാസിഫിക്കേഷൻ കൊടുക്കും. അത് അത്ര ഈസി അല്ല കിട്ടാനായിട്ട്. അത് അത്യാവശ്യം കുറെ കാലങ്ങൾ ഇപ്പൊ ആപ്പിൾ ആണെങ്കിലും മൈക്രോസോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വെൽ നോൺ മാർക്സ് ആണ്. അതിന്റെ പേരിൽ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇറക്കാൻ കഴിയത്തില്ല, ലോകത്തിൽ എവിടെയും ഇറക്കാനും കഴിയത്തില്ല. അത്തരത്തിലൊരു വെൽ നോൺ സ്റ്റാറ്റസ് കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് വലിയൊരു പ്രോസസ്സാണ്, വലിയൊരു ചടങ്ങ്. ഇപ്പൊ റീസെന്റ് ലാസ ഐസ്ക്രീം അവർക്ക് വെൽ നോൺ മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഇന്ത്യയിൽ ലാസ എന്ന് പറയുന്ന പേരിൽ മറ്റൊരു പ്രോഡക്റ്റ് ടീഷർട്ടോ അല്ലെങ്കിൽ മരുന്നോ ഒന്നും ഇറക്കാൻ കഴിയത്തില്ല. ഇതിനെന്താ ക്രൈറ്റീരിയ? കുറെ പ്രത്യേകിച്ച് ക്രൈറ്റീരിയസ് ഒന്നും പറയുന്നില്ല, പക്ഷെ കുറെ വർഷത്തെ പാരമ്പര്യം വേണം. ആൻഡ് ഓൾസോ ലാസ എന്ന് പറയുന്ന പേര് കേൾക്കുന്ന സമയത്ത് അത് ഐസ്ക്രീം ആണെന്ന്, ഇപ്പൊ ബെൻസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ലാസ എന്ന് കേൾക്കുന്ന സമയത്ത് അത് ഏതൊരാൾക്ക് ഐസ്ക്രീം ആണെന്ന് അവരുടെ മനസ്സിൽ തോന്നണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്നതാണ്. അത് അവർ അപ്ലൈ ചെയ്യാൻ വേണം. ഫീസ് 10 ലക്ഷം രൂപ ഫീസ് എന്തോ വരുന്നുണ്ടോ, 1 ടൈം ഫീസ് 1 ലക്ഷം 10 ലക്ഷം ആണെങ്കിൽ കൃത്യമായിട്ട് ഫീസ്. ശരി, ഓക്കെ. അതാണ് ലോഗോവുമായി ബന്ധപ്പെട്ട്. വേറെ എന്തൊക്കെയാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇ കൊമേഴ്സിലേക്ക് പോകുമ്പോൾ? അത് കഴിഞ്ഞാൽ പാക്കേജിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാക്കേജ് ഡിസൈനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് ചെയ്യുന്നത്. അത് നമ്മുടെ ഈ ടീമുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മുടെ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒരു പ്രീമിയം കാറ്റഗറി ആണോ അതൊരു മിഡ് ലെവൽ ആണോ, അതിനെല്ലാത്തിനും ബേസ് ചെയ്തിട്ട് വേണം ആ പാക്കേജിനകത്തുള്ള കളേഴ്സ് ആണെങ്കിലും എലമെന്റ്സ് ആണെങ്കിലും എല്ലാം ചൂസ് ചെയ്യേണ്ടത്. പിന്നെ ആൾക്കാർ പലപ്പോഴും പാക്കിംഗ് കണ്ടിട്ട് തന്നെയാണ് എടുക്കുന്നത് ഏതൊരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ. സോ അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളതാണ്. എന്തൊക്കെ ടൈപ്പ് പാക്കേജിംഗ് ആണ് പൊതുവെ? ഇപ്പോൾ പല ആൾക്കാരും പല ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പാക്കേജിങ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ഒരാള്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹാൻഡ് മെയ്ഡ് സോപ്പ്, അപ്പൊ അതിന് ഒരു പെർട്ടിക്കുലർ ഡിസൈൻ, ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന പൊതുവെ അവർ എന്തെങ്കിലും ഒരു ചാക്ക് കട്ട് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് അതൊരു നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് അല്ലേ? അപ്പൊ അതിനകത്തൊരു ഡിസൈൻ എലമെന്റ് ഒന്നും നമ്മൾ കാണാറില്ല. പക്ഷെ അപ്പൊ എങ്ങനെയാണ് ഒരു പാക്കേജിങ് മെത്തേഡ്? ഇപ്പൊ ചില ആൾക്കാരാണെങ്കിൽ പേപ്പർ ബോക്സ് ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു അത് നമ്മൾ ബഡ്ജറ്റ് നോക്കിയിട്ടാണ്, ബേസ്ഡ് ഓൺ കസ്റ്റമർ സൈക്കോളജി, അങ്ങനെ വല്ല കസ്റ്റമർ സൈക്കോളജി പ്ലസ് ബഡ്ജറ്റ് കൂടെ നമ്മൾ നോക്കണം. നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ് എത്രയാണ്, കാരണം അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള പാക്കിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ്, പാക്കിംഗ് ഭയങ്കര എക്സ്പെൻസീവ് പ്രോസസ്സും കൂടി അല്ലേ? വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പം ഈവൻ നമുക്കിപ്പോൾ എക്സ്പെൻസീവ് കുറച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു പ്രീമിയം ലുക്ക് തോന്നിക്കാനായിട്ട് ഡിസൈനിങ് പ്രോപ്പർ ആക്കിയാൽ മതിയാ. ഇപ്പം ഡവിന്റെ ഒക്കെ ഷാംപൂ അതിനകത്ത് അവര് എംബഡ് ചെയ്തിരിക്കുകയല്ല, സ്റ്റിക്കർ ചെയ്തിരിക്കുകയാണ്. അത്തരത്തിൽ സ്റ്റിക്കറിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ചെയ്ത് ഒട്ടിച്ചു കഴിഞ്ഞാൽ തന്നെ അതൊരു അത്യാവശ്യം ഒരു ലെവലിൽ നിൽക്കും. അത് കാരണം ഈ കോസ്റ്റ് കട്ട് ചെയ്യുകയും വേണം, പരമാവധി കുറയ്ക്കുകയും വേണം എന്ന ഇതുപോലുള്ള കാര്യങ്ങൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത് അഗൈൻ ഒരു ലോഡ് വരുന്ന കസ്റ്റമറിന്റെ മേലെയാണ്. സംരംഭകർക്ക് അത്രയും കുറച്ച് കോംപ്രമൈസും ചെയ്യേണ്ടി വരാറുണ്ട്. വേറെ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇ കൊമേഴ്സ് ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട്? ആൻഡ് ഓൾസോ പ്രോഡക്റ്റ് ഫോട്ടോഗ്രാഫി ഏറ്റവും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. വെറുതെ ഫോണിൽ എടുത്തതുകൊണ്ട് ആ വരത്തില്ല, ആ സുഖം വരത്തില്ല. നമ്മൾ എത്രത്തോളം ശ്രമിച്ചു കഴിഞ്ഞാലും, കാരണം വെറുതെ ക്ലിക്ക് ചെയ്യുന്നതല്ലല്ലോ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്, അത് മറ്റൊരു കലയാണ്. അത് നമ്മൾ അറേഞ്ച് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിലും എല്ലാം. അപ്പം അത് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ശരിയാണ്. എങ്കിലും ഒരു സാധാരണക്കാരന് വീട്ടിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? കുറെ റെഫറൻസ് എടുക്കുക. അവന് കോമ്പറ്റീറ്റേഴ്സ് ബ്രാൻഡ് എങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്, ഫോട്ടോസ് എടുത്തിട്ടുള്ള അതിൽ ഫ്രെയിം എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്, അതെല്ലാം നോക്കിയിട്ട് നമ്മൾ കോപ്പി അടിക്കരുത്. പക്ഷെ ആ ഒരു ഫീല് വരുന്നത് പോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൈറ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ട്, റിംഗ് ലൈറ്റോ വല്ലതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോസ് എടുക്കുന്നതാണ് നല്ലത്. നല്ലൊരു ഫോണിൽ, അത്യാവശ്യം ഐഫോണൊന്നും മിക്കവർക്കും ആൾക്കാരുടെ ഉണ്ടാവും, അത് വെച്ചുകൊണ്ട് എടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് പിന്നെ എഡിറ്റ് ചെയ്ത് അത് ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്ന കുറെ സ്നാപ്സീഡ്സും അങ്ങനത്തെ കുറെ എന്തൊക്കെയോ ആപ്സ് ഉണ്ടല്ലോ, ബേസിക് ആയിട്ടുള്ള ആപ്സ്. ഫോട്ടോഷോപ്പ് ഒന്നും അറിയണമെന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആപ്സ് വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. എന്ത് കോസ്റ്റ് വരും ഒരു നോർമൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യുകയാണെങ്കിൽ? ഡിപ്പെൻഡ്സ് ഓൺ ഫോട്ടോഗ്രാഫേഴ്സ്. നമുക്ക് പ്രൈസ് പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് ഒരു ഫോട്ടോഗ്രാഫേഴ്സും അവരുടെ സ്കിൽസിനനുസരിച്ചിട്ടാണ് അവർ ചാർജ് ചെയ്യുന്നത്. ശരിയാണ്. നമുക്ക് ലോഗോ 500 രൂപയ്ക്ക് ലോഗോ ചെയ്ത് കൊടുക്കുന്നവർക്ക് 1 ലക്ഷം 10 ലക്ഷം ചെയ്ത്, അപ്പം നമുക്ക് ഒരിക്കലും അങ്ങനെ പറയാൻ കഴിയത്തില്ല. പ്രൈസിങ് നമുക്ക് ഇതിൽ പറയാൻ കഴിയത്തില്ല. ഓക്കെ, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോ എഗൈൻ ഇ കൊമേഴ്സ് ഒരു പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത്
കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുള്ളത് എത്ര റേറ്റിംഗ്സ് കിട്ടി. എത്ര റേറ്റിംഗ്സ് ഉണ്ട്, റിവ്യൂസ് ഉണ്ട്. 4.5 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് സംശയിക്കും. ഈവൺ ഇപ്പോ 4 അല്ലെങ്കിൽ ഒരു 5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എടുക്കും. അതിന് താഴെ 4.9 ആണെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അതിന് താഴെ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് സംശയിച്ചിട്ട് റിവ്യൂസ് ഒന്ന് വായിച്ചു നോക്കും. റിവ്യൂസ് വായിച്ചു എന്തെങ്കിലും നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രശ്നം. പിന്നെ റിവ്യൂസിന്റെ എണ്ണം കൂടി നമ്മൾ നോക്കും, എത്ര പേര് റിവ്യൂ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ഈ വാങ്ങുന്ന ആൾക്കാരെ കൊണ്ട് റിവ്യൂ ചെയ്യിപ്പിക്കണം. അപ്പൊ ഈ റിവ്യൂ ചെയ്യിപ്പിക്കാനായിട്ടുള്ള വെറുതെ ആരും റിവ്യൂ ചെയ്യത്തില്ല. അപ്പൊ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു തന്ത്രം നമ്മൾ ഉണ്ടാക്കാം. ഇപ്പൊ ചിലർ ചെയ്യുന്നുണ്ട്, വാറന്റി ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സ്കാൻ ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഒരു റിവ്യൂ ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കണം. വാറന്റി ക്ലെയിം ചെയ്യാൻ. ഇപ്പൊ മിക്കവാറും ഇലക്ട്രിക്കൽ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങുന്ന അഡാപ്റ്ററോ അതൊക്കെ വാങ്ങുന്നവർ എന്തായാലും അത് ചെയ്യുന്നുണ്ടാവും. അത്തരത്തിൽ എന്തെങ്കിലും ഒരു സംഭവം റിവ്യൂ. ഇന്നലെ എനിക്ക് വന്ന ഒരു കൊളാബ് റിക്വസ്റ്റ് ആണ്. അപ്പൊ അതൊരു കമ്പനിയുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, അവരുടെ പ്രൊഡക്റ്റും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അവര് പറയുന്നത് എങ്ങനെയാണ്, നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കണം, ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്റ്റ് വാങ്ങണം, വാങ്ങിയതിന് ശേഷം നമ്മൾ റിവ്യൂ കൊടുക്കണം. റിവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് റീഫണ്ട് ചെയ്യും. പ്രൊഡക്റ്റിന്റെ പൈസ അവർ തിരിച്ചു തരും. പക്ഷെ വിത്തിൻ 7 days അവർക്ക് റിവ്യൂ കൊടുക്കണം. അതും ജെനുവിൻ പോസിറ്റീവ് റിവ്യൂ വിത്ത് പ്രൊഡക്റ്റ് ഫോട്ടോ. അപ്പോൾ അതൊരു എനിക്ക് നല്ലൊരു സ്ട്രാറ്റജി ആയിട്ട് തോന്നി. കാരണം അവരെ സംബന്ധിച്ച് ഈ റിവ്യൂസിന്റെ വാല്യൂ നമുക്കറിയാം, നമ്മൾ സെല് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ വാല്യൂ നമുക്കറിയാം. പക്ഷെ അതിൽ വേറെ കുറെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. സാറിന് കുറെ മെസ്സേജസ് വന്നിട്ടുണ്ടാവും നോർത്തിൽ നിന്നൊക്കെ. ചില ഹോട്ടൽസിന്റെ ഒക്കെ ലിങ്ക് അയച്ചിട്ട് ഇതിൽ കയറിയിട്ട് നിങ്ങൾ 5 star റേറ്റിംഗ്സും റിവ്യൂസും ഇട്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നിങ്ങൾക്ക് 200 രൂപ 50 രൂപ തരുന്നുള്ളത്. അതിൽ തരും ചെയ്യും അവര്. പക്ഷെ വീണ്ടും അവരെ അങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ ഇത് പൈസ വാങ്ങും. ഇത്തരത്തിലുള്ള കുറച്ച് തട്ടിപ്പ് പരിപാടികൾ നടക്കുന്നുണ്ട് ഇതിനകത്ത്. പക്ഷെ ഇത് അവരേതെങ്കിലും ഏജൻസി ആയിരിക്കും അവരുടെ കസ്റ്റമേഴ്സിന് റിവ്യൂസ് കൊടുക്കാന്ന് പറഞ്ഞാൽ കുറെ സ്കാംസ് പൊളിച്ചതിന്റെ വീഡിയോസ് യൂട്യൂബിനകത്തുണ്ട്. അതിലൊന്നും കാണുന്നതായിരിക്കും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറെ സ്കാമിങ് നടക്കുന്നു. പക്ഷെ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റിവ്യൂസ് ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് പൊതുവേ നമ്മൾ പറയുന്നത് എങ്ങനെയാ വെച്ചാൽ യു ടേക്ക് റിവ്യൂസ് ഫ്രം യുവർ ക്ലോസ് പീപ്പിൾ. ആദ്യം ഫാമിലി, ഫ്രണ്ട്സിന്ന് റിവ്യൂസ് എടുക്കുക. പിന്നെ കുറച്ച് പ്രൊഡക്ട്സ് അത്രയും ഇപ്പോൾ ചില നമ്മളുടെ കേസിലാണെങ്കിൽ നമ്മൾ ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ലോഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ഒരു പൈലറ്റ് റൺ ചെയ്ത് 50 പേരെ എടുത്ത് ആ 50 പേർക്ക് സർവീസ് കൊടുത്ത് അവരുടെ ടെസ്റ്റിമോണിയിൽ എടുത്തിട്ടാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് അത് പുതിയ ആൾക്കാർ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഡാറ്റ വേണം. അപ്പോൾ ആ ഒരു പ്രോസസ്. അപ്പോൾ അതേപോലെ നമ്മൾ പറയുന്നതാണ് ആദ്യം ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ കുറച്ച് കസ്റ്റമേഴ്സിന് ഫ്രീ കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കുക, ഗിവ് അവേ കൊടുക്കുക, അങ്ങനെ റിവ്യൂസ്. പക്ഷെ റിവ്യൂസ് വേണം ഇന്ന് മാൻഡേറ്ററി ആയിട്ട്. പക്ഷെ അഗെയിൻ അതിനകത്ത് നമുക്ക് ടെക്നിക്സ് കാണണം. പ്രൊഡക്റ്റ് യൂസ് ചെയ്തവർ വേണം റിവ്യൂ ചെയ്യാനായിട്ട്. പലരും ചെയ്യുന്നത് ഇവൻ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഒരു ഗൂഗിളിൽ മൈ ബിസിനസിനകത്ത് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്നവർക്ക് എല്ലാം അയച്ചോട്ട് റിവ്യൂ ചെയ്യണം എന്ന് പറഞ്ഞാൽ. പക്ഷെ ഇനീഷ്യലി എനിക്ക് തോന്നുന്നു ക്ലോസ്ഡ് സർക്കിളിൽ ദാറ്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ, നമുക്ക് ഒരു 5-6 റിവ്യൂസ് ഒക്കെ ഉണ്ടാക്കി എടുക്കുന്നത് അത്രേ കിട്ടുള്ളൂ. അതിനുശേഷം പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ളവരൊക്കെ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് റിവ്യൂ ഓർഗാനിക് ആയിട്ട് റിയൽ ഒറിജിനൽ നമ്മൾ ഫേക്ക് ആയിട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് പിന്നീട് അറിയാൻ കഴിയും. അത് ഒരു നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കത് അറിയാം. ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ വേറെ എന്താണ് നമുക്ക് ഒരു ഇ കൊമേഴ്സിലേക്ക് വേണ്ടി വരുന്നത്? അപ്പൊ നമ്മള് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന മൂഡ് ബോർഡ്, ലോഗോ, പേര്, ലോഗോ, പാക്കിംഗ്, റിവ്യൂസ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ പാക്കിംഗ് ആണെന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഒരു USP നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. യുണീക്ക് ആയിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ. ഇപ്പൊ ചില ഈ ആർട്ട് സാധനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ഷോക്കേസ് ഇതിൽ വെക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നോട്ട് പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നവർക്ക് ഒരു രസമായിരിക്കും. ഇത് നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ മീൻസ് അതിനകത്ത് പേപ്പേഴ്സ് എല്ലാം ഫില്ല് ചെയ്ത് ചെറിയ പെർഫ്യൂം ഒക്കെ അടിച്ച് തുടക്കത്തിൽ തന്നെ ആ ഒരു ഫീൽ വരണം. അത്തരത്തിൽ ചെയ്യുകയാണെങ്കിൽ ആൾക്കാർക്ക് വീണ്ടും പർച്ചേസിനുള്ള തോന്നൽ വരും. ചില പ്ലാന്റ്സിന്റെ ഒക്കെ ചില ഷോപ്സ് ഉണ്ട്, ലൈവ് പ്ലാന്റ്സിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പാക്ക് ചെയ്തിട്ട് തരുന്നത്. കൃത്യമായിട്ട് പ്ലാന്റ് ചെറിയ വളരെ സ്റ്റെമ്മൊക്കെ വളരെ ചെറുതാണെന്ന് നൈസാണെന്നുണ്ടെങ്കിലും പൊട്ടത്തില്ല. അവർ കൃത്യമായിട്ട് പാക്ക് ചെയ്ത് ഭയങ്കര ക്യൂട്ടായിട്ടാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്കത് പാക്കിംഗ് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും വാങ്ങും. അത് വീണ്ടും വാങ്ങാനായിട്ട് തോന്നും. നമുക്ക് തോന്നും ലൈക്ക് ദേ വാല്യൂ us, കസ്റ്റമറെ വാല്യൂ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് പണ്ട് ചെയ്തിട്ടുള്ള സംഭവം ഇതായിരുന്നു. ചെറിയൊരു ക്രീമായിരിക്കും,
പക്ഷെ അതിന്റെ പാക്കിംഗ് ഇത്രയും ഉണ്ടാവും. അതിനകത്ത് ചെറിയ ലിപ്സ്റ്റിക്കോ അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളായിരിക്കും അത്രയും പാക്കിംഗ് ചെയ്തിട്ടായിരിക്കും അവർ തരുന്നത്. പക്ഷെ ഇപ്പൊ അവരുടെ പോളിസീസ് ഒക്കെ മാറ്റിയിട്ട് ഈ സീറോ വേസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ആയിട്ട് കുറച്ചിട്ട് ആമസോണൊക്കെ വെച്ച് പാക്കിങ്ങിന്റെ ഇത് കുറച്ചിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. ആ ഒരു ബോക്സിന്റെ കനം കുറച്ച് വലിപ്പം കുറച്ചിട്ടുള്ള രീതിയിൽ പാക്കിംഗ് കഴിഞ്ഞു, റിവ്യൂസ് കഴിഞ്ഞു, പിന്നെന്താണ് വേണ്ടത്? കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് കുറവാണെന്നുണ്ടെങ്കിൽ ഹയർ വാല്യൂ ഉള്ള പ്രൊഡക്റ്റ്, കസ്റ്റമേഴ്സിന്റെ എണ്ണം കുറവാണെന്നുണ്ടെങ്കിൽ ബെറ്റർ വിളിച്ചിട്ടൊന്ന് എൻക്വയർ ചെയ്യുന്നത് തന്നെ നമുക്ക് അവരെ റിട്ടൈൻ ചെയ്യാനും മാത്രമല്ല ഇവര് വഴി പിന്നീട് ബാക്കിയുള്ള സെയിൽ റെഫറൻസിന് എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ അത് അഗൈൻ വിളിച്ച് സംസാരിക്കുന്ന പ്രോസസ്സിൽ തന്നെ ഒരു SOP വേണ്ടേ? അത് വേണം. അതിന് കൃത്യമായ സിസ്റ്റം വേണം. 3 സ്റ്റാഫ് ഉണ്ട്, ഒരാളെ വിളിച്ചു, അയാളെ തന്നെ വീണ്ടും നാളെ വിളിച്ചു കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റം ബിൽഡ് ചെയ്തിട്ട് വേണം. ഒരു സ്ക്രിപ്റ്റ് വേണം, ഒരു അപ്രോച്ച് വേണം അല്ലേ? അതെല്ലാം നമ്മുടെ ഈ ബ്രാൻഡിലെ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യും. ബ്രാൻഡ് മീൻസ് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഓർമ്മയായിരിക്കുമല്ലോ ഈ ഒരു സംഭാഷണവും. അതെ. ഇത് നമ്മൾ സാധാരണ ചെയ്യുന്ന ബ്രാൻഡിങ്ങിനകത്ത് ആവശ്യമാണ്. പക്ഷെ കുറച്ചുകൂടി ഒരു വിഷ്വലി ഒരു വൈബ്രന്റ് ആയിരിക്കണം ഇ കൊമേഴ്സിനകത്ത്. കാരണം അടുത്തടുത്ത് നിൽക്കുന്നത് നമ്മൾ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം. താഴെ റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ പുറത്ത് വരുന്നത്. സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണ് ആക്ടിവിറ്റി? സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്നത് ഇ കൊമേഴ്സിന്? അതിനകത്ത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? അല്ല, നമ്മൾ ബ്രാൻഡിന്റെ ഫൗണ്ടേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുന്ന അടുത്ത മാർക്കറ്റിംഗ് ആണ്. അടുത്ത് ചെയ്യേണ്ട മാർക്കറ്റിംഗ് ആണ്. ഓട്ടോമാറ്റിക്കലി ബ്രാൻഡിംഗ് എന്ന് പറയുന്ന പ്രോസസ് ഓട്ടോമാറ്റിക്കലി നടന്നോളും അതിനകത്ത്. സോ മാർക്കറ്റിംഗ് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് പറയാറുണ്ട്, പൊതുവെ ചിലർ പറയാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സ് എവിടെയാണോ അവിടെയാണ് നമ്മൾ കൂടുതൽ പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, നമ്മൾ എല്ലാവരെയും പ്ലേ ചെയ്യണം. എവിടെ നിന്നാണ് കസ്റ്റമർ കിട്ടുന്നത് പറയാൻ കഴിയത്തില്ല. കാരണം ഇന്ന് എല്ലാവരും ഉണ്ട് അല്ലെ. ഇപ്പോൾ ഈ പുതിയ ജനറേഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, ജനറേഷൻ സെറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാത്തിലും ഉണ്ട്. അവർ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കില്, യൂട്യൂബില്, ലിങ്ക്ഡിനിൽ എല്ലാത്തിലുണ്ട്. സോ നമ്മൾ എല്ലാവരുടെയും പ്ലേ ചെയ്യും. എല്ലായിടത്തും കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കണം. വിസിബിലിറ്റി ഉണ്ടാവണം. വിസിബിലിറ്റി എന്തായാലും വേണം. അത് റെഗുലർ ആയിട്ട് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാമിനകത്താണെന്നുണ്ടെങ്കിലും പൈസ കൊടുത്ത് ഫോളോവേഴ്സ് ഉണ്ടാക്കുന്ന പരിപാടി ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനീഷ്യലി ചെയ്യുന്നുണ്ട് ആൾക്കാർ, കുറെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്ത് പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് ഒരു സ്റ്റേജ് കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഫോളോവേഴ്സ് ആണെങ്കിൽ 10,000 ഒന്നുമില്ല. അത് ഒരിക്കലും ഇങ്ങനെ കേറും, പിന്നെ ഒറ്റ ഡ്രോപ്പ് ആവും, പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് കണ്ടന്റ് കാണുമ്പോൾ മനസ്സിലാവും. അതായത് ഇത് നമുക്കൊരു പ്രൊപ്പോർഷൻ ഇപ്പൊ 1 മില്യൺ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്രോക്സിമേറ്റ് 40K ഷെയർ വേണം. 40K ഷെയർ യൂഷ്വലി വരുന്നുണ്ടെങ്കിൽ അതിനേക്കാളും അതിന്റെ ഒന്നുകിൽ ഈക്വൽ അല്ലെങ്കിൽ അതിന് മുകളിൽ ലൈക്ക് ഉണ്ടായിരിക്കും. കമന്റ് ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ ഉണ്ട് ആക്ച്വലി. നമ്മളാണെന്നുണ്ടെങ്കിലും എത്ര വീഡിയോസ് എത്രയോ ആയിരക്കണക്കിന് വീഡിയോസ് ചെയ്തിട്ടാണ്. അതെ, അപ്പൊ നമുക്ക് അപ്പൊ ബൂസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പ്രൊഫൈൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒന്നും ഉണ്ടാവില്ല അതിനകത്ത്, പോസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അതിന് ഇത്രയും വ്യൂസ്, കൺസിസ്റ്റൻസി. പക്ഷെ ഇത് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് അറിയുന്നവരുടെ മുമ്പിൽ ഇതൊരു നെഗറ്റീവ് ഇമ്പാക്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നത്തെ പിള്ളേർക്ക് അറിയാതൊക്കെ. കാരണം ഇപ്പൊ നമ്മൾ സെർവ് ചെയ്യുന്ന ജനറേഷൻ സെഡ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആൾക്കാരനെയാണ്. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇവര് ജനിച്ചതും ഈ സാധനം കണ്ടിട്ടാണ് ജനിച്ചത്. നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 കാലഘട്ടവും കണ്ടിട്ടുണ്ട്. കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു യുഗവും കണ്ടിട്ടുണ്ട്, കമ്പ്യൂട്ടർ ഉള്ളൊരു യുഗവും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവരിതെല്ലാം കണ്ടിട്ടാണ് അറിയാം, എല്ലാം അറിയാം. അപ്പോ നമുക്ക് അവരൊരിക്കലും ഇങ്ങനെ കാണിച്ച് പറ്റിക്കാൻ കഴിയും. അതായത് ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, വലിയൊരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു 2 വർഷം കഴിഞ്ഞാൽ ഇല്ല. 2 വർഷത്തിനുള്ളിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിർത്തും. അത് പണ്ട് നമ്മള് വേറെ ഏതൊരു ഇതില് പ്രോഗ്രാമിൽ പറഞ്ഞുള്ള ഒരു കാര്യമാണ്. പണ്ട് നമ്മള് ഈ BA ഇംഗ്ലീഷ്, അതുപോലെ തന്നെ BA ജോഗ്രഫി, ഹിസ്റ്ററി, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ജോലിയൊന്നും കിട്ടത്തില്ല. പകരം നമ്മൾ ഇത് പഠിപ്പിക്കാനായിട്ട് പോകും. കോളേജിൽ പ്രൊഫസറായിട്ട് നമ്മൾ പോകും. ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് സ്വന്തമായി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാൻ അറിയുന്നില്ല. അപ്പൊ ഇവർ സ്വന്തമായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതാണ് നടക്കുന്നത്. സ്റ്റോക്ക് ട്രേഡിംഗ്. ഇവർക്ക് ഇത് ചെയ്തിട്ട് കാശ് ഉണ്ടാക്കാൻ കഴിയില്ല. പഠിപ്പിക്കും. സ്റ്റോക്ക് ട്രേഡിംഗ് ചെയ്യുന്ന ആൾക്കാർ എന്നോട് പറഞ്ഞതാണ്, ഇത് വെച്ച് നമുക്ക് ജീവിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന കോഴ്സ് ഇറക്കാനാണ്. ഞാനൊരു വെൽത്ത് കൺസൾട്ടന്റ് ആയിട്ട് സംസാരിച്ചു ഈ റീസെന്റ്. അപ്പൊ ഞാൻ പുള്ളിനോട് ചോദിച്ചു എന്താ ബിസിനസ്? വെൽത്ത് കൺസൾട്ടന്റ് ആണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ചോദിക്കുകയാണ് നമുക്ക് എങ്ങനെ ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്താ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഇല്ല, മാർക്കറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ല. എന്താ മാർക്കറ്റിംഗ് ചെയ്യാത്ത? കാശില്ല. അപ്പൊ കാശില്ല എന്ന് വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന ഒരു വെൽത്ത് കൺസൾട്ടന്റ് ആണ് ഞാനെന്ന് പറയുന്ന കേൾക്കുന്നവന്റെ അവസ്ഥ ആലോചിക്കുക. അപ്പോൾ അവിടെ ബ്രാൻഡിങ് പുള്ളി കോൺഫ്ലിക്റ്റ് ആണ്. അതായത് പുള്ളിയുടെ ആക്ച്വൽ അവസ്ഥയും പുള്ളി പറയുന്ന ബ്രാൻഡും തമ്മിൽ പുള്ളി ആലോചിച്ചിട്ടില്ല ബ്രാൻഡിങ്ങിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. കടം വാങ്ങിയിട്ട് BMW എടുത്തിട്ട് ഷോ ഓഫ്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോ അങ്ങനെ നമ്മള് അൾട്ടിമേറ്റ്ലി ഇത്രയേ ഉള്ളൂ, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉയരണം. അതായിരിക്കണം ആൾക്കാരുടെ മുമ്പിൽ. അത് പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്കാണ് സാധനങ്ങളെല്ലാം വരുന്നത്. നമുക്ക് ഇതിനകത്തൊന്നും വരുന്നില്ല. പക്ഷേ
ബീങ് ജെന്യൂൻ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. എനിക്ക് തോന്നുന്നത് നമ്മളൊരു SME സെഗ്മെന്റിലേക്ക് പോകുമ്പോൾ ബീങ് ജെന്യൂൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. കാരണം ട്രസ്റ്റ് ബേസ്ഡ് ആണ് ആൾക്കാർ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ നെറ്റ്വർക്കിംഗ് ഇവന്റിന് പോയി ആരെങ്കിലും കണ്ട് നമ്മളുടെ പ്രൊഡക്റ്റ്, കാരണം ഇന്ന് MSME കണ്ടക്ട് ചെയ്യുന്ന ട്രെയിനിങ്സിലൊക്കെ ഒരുപാട് ബിസിനസ് നടക്കുന്നുണ്ട്. പരസ്പരം പ്രൊഡക്റ്റ് ഷെയർ ചെയ്യുന്ന ഒരുപാട് ചെറുകിട സംരംഭകരുണ്ട്. അവർ പ്രൊഡക്റ്റ് കൊടുത്ത് അപ്പൊ അവർക്ക് ഇഷ്ടമായി, അവിടുന്ന് Tier 2 റെഫറൽ വരുന്ന സമയത്ത് അയാൾക്ക് അറിയില്ല സെല്ലറെ, അന്നേരം ഈ പാക്കിങ്ങും ആ സർവീസും മാറ്റർ ചെയ്യും. ഇപ്പൊ എനിക്ക് സിജുവിനെ അറിയാം, ഞാൻ സിജുവിന് പ്രൊഡക്റ്റ് സിജു വാങ്ങി, അവിടെ ഒരു പാക്കിങ്ങിന്റെ പ്രാധാന്യം ഇല്ല. പക്ഷെ സിജു മറ്റൊരാൾക്ക് റെഫർ ചെയ്യുമ്പോൾ ഞാൻ കൊടുക്കുന്നത് ക്വാളിറ്റിയിൽ കൊടുത്തില്ലെങ്കിൽ രണ്ടാമത് സിജുവിന് റെഫർ ചെയ്യാൻ പറ്റത്തില്ല. ആ കസ്റ്റമറുടെ മുന്നിൽ എന്റെ വാല്യൂ പോവുകയും ചെയ്തു. ഇനി അവിടുന്ന് ആ കസ്റ്റമർക്ക് രണ്ടാമത് വാങ്ങണമെന്നൊരു തോന്നൽ വരുമ്പോൾ അവിടെ വാങ്ങാൻ ഒരു ഇ-കൊമേഴ്സ് സൊല്യൂഷൻ വേണം. ഇന്ന് വാട്സാപ്പ് ബിസിനസ്, ഗൂഗിൾ ബിസിനസ് ഒക്കെ ഒരുപാട് കാറ്റലോഗ് പ്രൊവൈഡേഴ്സ് ഉണ്ടെങ്കിലും സ്വന്തമായിട്ടൊരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ആമസോൺ ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ കസ്റ്റമേഴ്സിനെ റീറ്റെയിൻ ചെയ്യാനും ഈ ഒരു സംവിധാനം ഭയങ്കര യൂസ്ഫുൾ ആണ്. D2C സ്റ്റാർട്ടേഴ്സിനെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു സംഭവം അതാണ്. റീറ്റെയിൽ അറിയില്ല എത്ര മാർജിൻ അവർ എടുക്കുന്നുള്ളത്. 30% മുതലൊക്കെയാണ് മാർജിൻ പോകുന്നത്. സോ നിക്കത്തില്ല, കയ്യിൽ നിൽക്കില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സിജു പറഞ്ഞ പോലെ കസ്റ്റമറെ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ റീറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആമസോണിന് ഫ്ലിപ്കാർട്ടിന് കൊടുക്കുന്ന കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ കെയർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് പാക്കേജിങ്, സർവീസ്, അതുപോലെ പ്രൊഡക്റ്റ് ക്വാളിറ്റി, ഇതെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കസ്റ്റമേഴ്സിന് കിട്ടുന്ന സാധനം പെർഫെക്റ്റ് ആക്കുക. അത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതില് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവൻ അത് കാണുന്നില്ല. ഇപ്പൊ നമ്മൾ അരി വാങ്ങിയിട്ട് അരി സ്വന്തം മില്ലിൽ പൊടിച്ചോ അതോ പുറത്തോ പോയിട്ട് എവിടെയെങ്കിലും നമ്മൾ പൊടിച്ചോ, അത് പൊടിച്ചത് വാങ്ങിയോ, ഇതൊന്നും കസ്റ്റമർ അറിയുന്നില്ല. നല്ല രീതിയിൽ പാക്ക് ചെയ്ത് അരിപ്പൊടി അവന് കിട്ടണം. അതിനെ ശ്രദ്ധിച്ചാൽ മതിയാ. അതെ 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 അതെ. വേറെ എന്തൊക്കെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് റിലേറ്റഡ് ബ്രാൻഡിങ് ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കേണ്ടി വരും? നമ്മുടെ കൺസിസ്റ്റൻസി തന്നെയാണ്. നമുക്കറിയാം സെയിൽസ് നടക്കത്തില്ല. നമുക്കത് പതിയെ ഗ്രാജുവലി ഒരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ബ്രേക്ക് ഈവൺ ഇമീഡിയറ്റ്ലി ആവുന്ന വിചാരിച്ചതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ല. കാരണം കോമ്പറ്റീഷൻ അത്രയും കൂടുതലാണ് ഇന്ത്യയിൽ. കാരണം അത്രത്തോളം ജനങ്ങളുടെ അത്രത്തോളം ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സോ ഡെഫിനറ്റ്ലി സമയം എടുത്ത് ആയിരിക്കും അത് വളരെ നമുക്ക് റവന്യൂ ജനറേറ്റ്. ശരിക്കും ബ്രാൻഡിന്റെ ഒരു വലിയ ഫാക്ടർ ആണല്ലോ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. എന്താണ് ബ്രാൻഡ് എന്ന് വെച്ചാൽ പലപ്പോഴും പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളത്, ഇടയ്ക്കിടയ്ക്ക് ലോഗോ മാറ്റിക്കൊണ്ടിരിക്കുക, വളരെ പേര് മാറ്റി, കളർ മാറ്റുക, അത് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാരെ മനസ്സിൽ കയറും. അത് ബേസിക്കലി ഇൻസ്പയർഡ് ആവുകയാണ്. വേറെ എന്തെങ്കിലും കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇവിടെ വന്നിട്ട് നേരെ ഒറ്റ മാറ്റാണ്. അപ്പോ എന്ത് പറ്റുന്ന വെച്ചാൽ ഒരു വർഷം മുന്നേ വാങ്ങിയ ഒരു കസ്റ്റമർ തിരിച്ചു നോക്കുമ്പോൾ അതില്ല, എൻറ്റയർലി വേറെ കാര്യമായിട്ട് മാറി. അതാണ് ഇപ്പൊ നമ്മള് നമുക്കറിയാവുന്ന ഏതൊരു പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ എടുക്കാം. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കളർ ഉണ്ട്, മഞ്ഞ നിറം, മഞ്ഞ നീല. പിന്നെ പണ്ടത്തെ പരസ്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികള് വലിയ ആൾക്കാരുടെ വേഷം കെട്ടിയിട്ട് നിൽക്കുന്ന കൈൻഡ് ഓഫ് ആഡ്സ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. മീശയൊക്കെ ചെറിയ കുട്ടികൾ മീശയൊക്കെ വെച്ച് ടീച്ചറിന്റെ വേഷത്തിലൊക്കെ. ഇത് അവരുടെ ഒരു തീമാണ്. ഇത് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് മാറ്റിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നമുക്ക് മൂഡ് ബോർഡിന്റെ ആവശ്യം വരുന്നത്. ഏറ്റവും ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെയാണ് നമുക്ക് ഒരു ഇ കൊമേഴ്സ് സെല്ലറെ റിലേറ്റ് ചെയ്തിട്ട്? ഐ മീൻ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡിസ്ക്രിപ്ഷൻ, അതിലേക്ക് നമ്മൾ പറഞ്ഞില്ല. ടാഗ് ലൈനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ല. ടാഗ് ലൈൻ നിർബന്ധമുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ പേര് നമ്മുടെ പ്രൊഡക്റ്റുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു പേരാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഒരു ടാഗ് ലൈൻ ഇടുന്നത് നല്ലതാണ്. ട്രേഡ് മാർക്ക് എടുക്കണമെന്നൊന്നുമില്ല. പക്ഷെ ടാഗ് ലൈൻ, പക്ഷെ അത് കോപ്പി അടിക്കരുത്. കണക്ടിങ് പീപ്പിൾ എന്നൊന്നും കൊടുക്കരുത്. അത് യുണീക്ക് ആയിട്ടുള്ള ഒരു ടാഗ് ലൈൻ ഇട്ട് ആൾക്കാർക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രം കൊടുക്കാം. പിന്നെ ഡെഫിനറ്റ്ലി അതിന്റെ ഓരോ പ്രോഡക്റ്റിനും കൊടുക്കുന്ന പേര് അതും അട്രാക്റ്റീവ് ആക്കണം. അതായത് ഒരു ബ്രാൻഡും ഓരോ പ്രൊഡക്റ്റും, ബ്രാൻഡ് നെയിം ഒന്ന്, ആ ബ്രാൻഡ് ഇറക്കുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, അതിനും എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടേതായിട്ടുള്ള ക്രിയേറ്റീവ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ ഒരു കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ കമ്പനിയെ കണ്ടിട്ടുള്ളത്, ആ കമ്പനിയുടെ പേരില് ഒരു 2 അക്ഷരം ഒരുമിച്ച് വരുന്നുണ്ട്. അവര് അതിനെ ട്രേഡ് മാർക്ക് ചെയ്തു. ആ 2 അക്ഷരം അതിന് ലോഗോ പോലെ വെച്ചിട്ട് ആ ഫുൾ നെയിം അല്ല, ആ ഒരു 2 സാധനങ്ങൾ മാറ്റി. എന്നിട്ട് ആ 2 അക്ഷരം മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റിന്റെ പേരിന്റെയും കൂടെ അവർ ആഡ് ചെയ്തു. അപ്പോ ആ 2 എസിന്റെ കൂടെ ട്രേഡ് മാർക്ക് സിമ്പിൾ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ എല്ലാ പേരിന്റെയും കൂടെ ട്രേഡ് മാർക്ക് സിമ്പിൾ ഉണ്ട്, പക്ഷെ ട്രേഡ് മാർക്ക് ഒന്നേ ഉള്ളൂ. എന്നാൽ അത് ഒരു എല്ലാ പ്രൊഡക്റ്റ് കണ്ടാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ്. അതൊരു സ്ട്രാറ്റജിയാണ്. അത്തരത്തിലൊരു ആർക്കിടെക്ചർ വേണമെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്യാം. പല രീതിയിലുള്ള ആർക്കിടെക്ചേഴ്സ് ഉണ്ട്. ഇപ്പം ഹൗസ് ഓഫ് ബ്രാൻഡ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചർ ഉണ്ട്. അതായത് മേജർ കമ്പനിയുടെ പേര് ഒന്നായിരിക്കും, അവരിറക്കുന്ന പ്രൊഡക്റ്റ് മൾട്ടിപ്പിൾ പേരുകളായിരിക്കും ഇറക്കുന്നത്. PNG
PNGയുടെ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ട്. നമുക്കറിയത്തില്ല ഇത് ഇപ്പോൾ ഡബും ക്ലിനിക് പ്ലസും രണ്ടും കോമ്പറ്റീറ്റേഴ്സ് ആണ് നമ്മുടെ വിജയം. പക്ഷെ രണ്ടും ഏത് വാങ്ങിക്കഴിഞ്ഞാൽ കാശ് ഒന്ന് PNGക്കാം. ഇത്തരത്തിൽ വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആക്കാം. പക്ഷെ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതിൽ ചെയ്യുന്നത് കാരണം മാർക്കറ്റിംഗ് ഒന്ന് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിന് സെപ്പറേറ്റ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒരു ബ്രാൻഡിനെ അത് എല്ലാത്തിനും ഇടാം, ഒപ്പം തന്നെ എന്തെങ്കിലും ഒരു അഡീഷണൽ കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങ് മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ തന്നെ നമുക്ക് 2 സെഗ്മെന്റിലേക്ക് വിടണം, പ്രീമിയം ആൻഡ് എക്കണോമിക്കൽ റേഞ്ച്. അപ്പൊ ഇത് രണ്ടും നമ്മൾ ഒരു പ്ലാറ്റ്ഫോമിൽ ഇടുന്നതാണോ എന്നുള്ളത്, രണ്ടിന് 2 ബ്രാൻഡ് ആക്കുന്നതാണോ എന്നുള്ളത്? 2 ബ്രാൻഡ് ആക്കുന്നതാണ്, 2 ഡിഫറെന്റ് ബ്രാൻഡ് ആക്കുന്നതാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. കാരണം ഒരു എക്കോണമി ലെവലിലെ സാധനത്തിന് ക്വാളിറ്റി ഇല്ല എന്നുള്ളത് ആൾക്കാരുടെ മനസ്സിലേക്ക് അങ്ങ് കയറും. അത് ഒരു വലിയൊരു പ്രശ്നമാണ്. പിന്നെ സെഗ്മെന്റ് മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പേര് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഫുഡ് പ്രോഡക്റ്റ് കിട്ടുന്ന അതേ പേരിൽ നമ്മൾ ക്ലീനിങ് പ്രോഡക്ട്സ് ഇറക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു പലപ്പോഴും ഇപ്പൊ നമ്മൾ കണ്ടുവരുന്നതാണ്, ഫൗണ്ടറിന്റെ പേരിൽ പല കമ്പനികൾ വരുന്നുണ്ട്. ഇപ്പോൾ ചില പ്രൊഡക്ട്സ് വരുന്നുണ്ട്, ബൈജൂസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ പോകുന്നത് നല്ലതായിരിക്കും ഒരു ഇ കൊമേഴ്സിലെ പ്രൊഡക്റ്റിന് ആൾക്കാരുടെ പേര് ഒരു വ്യക്തിയുടെ പേരിൽ ചെയ്യുന്നോണ്ട് പ്രശ്നമൊന്നുമില്ല. മണീസ് കോഫി, അത് കോഫി പൗഡർ എന്തോ ഉണ്ട്, ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അതിൽ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. പക്ഷെ അഗൈൻ നോക്കേണ്ടത് ട്രേഡ് മാർക്കിന്റെ അവൈലബിലിറ്റി തന്നെയാണ്. നമ്മൾ ഒരിക്കലും പേര് നമ്മളിട്ട് ലോഗോവും ഒരാളുടെ ഫേസ് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ആ ഫോട്ടോ ആരുടേതാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ വ്യക്തിയുടെ കയ്യിൽ നിന്നൊരു NOC വാങ്ങി ഒപ്പം അവരുടെ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറയും. നമ്മൾ റീസെന്റ് ഒരു ജിമ്മിന് നമ്മൾ ചെയ്ത് കൊടുത്തായിരുന്നു. പുള്ളി നല്ല മസിലൊക്കെ ഇങ്ങനെ ഉരുട്ടിയിട്ട് കൈ കെട്ടി നിൽക്കുന്ന ഒരു സാധനം വരച്ചു. അതാണ് ആളുടെ ലോഗോ. ഇട്ടപ്പോൾ സമയത്ത് നമുക്ക് വന്നിട്ടുള്ളത് അതായിരുന്നു. ആളുടെ കയ്യിൽ നിന്ന് NOC വാങ്ങിയിട്ട് ആ ഫോട്ടോയിൽ ആരാണോ അയാളുടെ NOC വാങ്ങി അയാൾ തന്നെയായിരുന്നു, അത് ഓണർ തന്നെയായിരുന്നു. അതുകൊണ്ട് പ്രശ്നമില്ല. നമുക്ക് ഒരിക്കലും മോഹൻലാലിന്റെ ചിത്രം വരച്ചിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയത്തില്ല. പേര് വെക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് നല്ലത് തന്നെ. പക്ഷെ പേര് നല്ലതായിരിക്കണം മാത്രം. പക്ഷെ അങ്ങനെയില്ല. ഇപ്പം മണീസ് ഒരു നാടൻ പേരാണ്, പക്ഷെ പ്രീമിയം കോഫിയാണ്. തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ളതാണ്. പ്രീമിയം കോഫിയാണ്, ഒരു പ്രീമിയം ലെവലിൽ നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് കോഫിയാണ്. ഇന്നും അങ്ങനെയുണ്ട്. ഇപ്പോൾ അതായത് നമ്മുടെ പൊതുവെ വിചാരം ഈ നാടൻ സാധനങ്ങൾക്ക് ഒരിക്കലും പ്രീമിയം ലെവലിൽ വിൽക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയാണ് പോകുന്നത്. നാടൻ സാധനങ്ങൾക്ക് നല്ല പ്രീമിയം ലെവലിൽ പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ഓപ്പർച്യൂണിറ്റി ആണ് ആക്ച്വലി. ഇപ്പൊ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്ട്സിന് സോപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ, നല്ല ചാക്കിൽ കിട്ടിയതിന് നല്ല വിലയുണ്ട് അതിന്റെ. അപ്പൊ അത്തരത്തിലൊരു USP നമ്മൾ കാണും നമ്മുടെ പ്രൊഡക്റ്റില്. ശരിയാട്ടോ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചെറുകിട സംരംഭകരായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിലിരിക്കുന്ന എല്ലാ പ്രൊഡക്ട്സും നല്ലതാണ്, ഹാൻഡ് മെയ്ഡ് ആണ്, മാസ് ക്വാണ്ടിറ്റി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ആ ഒരു ലിമിറ്റേഷൻ വെച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യുന്നതെല്ലാം ഇവര് നന്നായിട്ട് നോക്കി കണ്ട് ചെയ്യുന്നുണ്ട്. ഇതിന് നല്ല ഡിമാൻഡ് ഉണ്ട് മാർക്കറ്റിൽ. പ്രശ്നം വരുന്നത് പ്രസന്റബിലിറ്റി വളരെ കുറവായിരിക്കും, വളരെ കുറവാണ്. കുടുംബശ്രീ നല്ല പ്രൊഡക്ട്സ് ഇറക്കുന്നുണ്ട്, ഒട്ടും മായമില്ലാത്ത സാധനങ്ങളാണ് അവർ ചെയ്യുന്നത്. പക്ഷെ ഇത് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവർക്കൂടെ കൂടി വിൽക്കാൻ കഴിയുന്നത് ഈ എക്സ്പോസ് നടക്കുന്ന സമയത്ത്, ട്രേഡ് ഷോസ് നടക്കുന്ന സമയത്ത് അവർ വിൽക്കും, വന്ന് വാങ്ങുന്നുള്ളതല്ലാതെ ഒരു റീറ്റെയിൽ ഷോപ്പിൽ പോലും ഇവരുടെ പ്രൊഡക്റ്റ് നമുക്ക് കാണാൻ കഴിയത്തില്ല സൂപ്പർ മാർക്കറ്റിൽ. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അവിടെ അടുപ്പിക്കത്തില്ല. നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചൊരു ഒരു പ്രൊഡക്റ്റ് ഇതൊന്നും കടയിൽ വെച്ചാൽ പോകത്തില്ല. ആമസോണിലാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വാങ്ങുന്നു തോന്നുന്നില്ല, വാങ്ങത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാർ എടുക്കത്തുള്ളൂ. ശരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്ക് സംസാരിക്കാനുള്ള പ്രധാന കാരണം തന്നെയാണ്. കാരണം സിജു ഇപ്പോൾ ട്രെയിനിങ്സിന് മുമ്പ് ഇവരെ കാണുന്നുണ്ട്, ഞാനും ട്രെയിനിങ്സിന് മുമ്പ് കാണാറുണ്ട്. ഇവരുടെ കയ്യിൽ പ്രൊഡക്റ്റ് ഉണ്ട്, നല്ല പ്രൊഡക്റ്റാണ്. പക്ഷെ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പൊതിഞ്ഞ് കയ്യിൽ തരും, എന്നാൽ പാക്കിംഗ് ഇല്ല, ബ്രാൻഡ് നെയിം ഇല്ല, ഒന്നുമില്ല. ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അവിടെയാണ്. ശരിക്കും പ്രോസസ്സിലൊന്നും അല്ല ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അത് എങ്ങനെയാണെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ചെയ്തോട്ടെ. പക്ഷേ പാക്കിങ്ങിൽ ഒരിക്കലും കോംപ്രമൈസ് വരുത്തരുത് എന്ന് വെച്ചാൽ അതിൽ കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് പൗച്ച് വാങ്ങുന്നു, ഒരു വെള്ള കളർ പൗച്ച് നമ്മൾ വാങ്ങുന്നു, പ്ലെയിൻ ആണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റിക്കർ ചെയ്തിട്ട് ഒട്ടിക്കാം. പക്ഷെ ഡിസൈൻ നല്ലതായ അത് ആ ഒരു പ്രീമിയം ഫീൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ആ സ്ട്രാറ്റജിയിലാണ് മാറ്റം വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കുറച്ചിട്ട് ചെയ്യാനായിട്ട് കഴിയും, പക്ഷെ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യണം. ഇപ്പം എങ്ങനെ പറഞ്ഞ പോലെ ചാക്കിൽ കിട്ടുന്നതിന് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. ഒരു പേപ്പറിലാക്കിയിട്ട് ചാക്കിലാക്കിയിട്ട് ഒരു ചെറിയൊരു സ്റ്റിക്കർ ചെയ്ത് വിൽക്കുന്നതിൽ ഒട്ടും എക്സ്പെൻസ് ഇല്ല. പക്ഷെ ആ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, ക്രിയേറ്റിവിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കൺസിസ്റ്റൻസി വേണം. പലപ്പോഴും ഇതാണ് നമുക്ക് അവർ ആ ഒരു എഫേർട്ട് ഇടാത്തത് കൊണ്ടും, രണ്ടാമത്തേത് നമുക്ക് റീപർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ അല്ല.
അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. പിന്നെ എപ്പോഴും ഒരു മിനിമം സ്റ്റോക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നാളെ ഒരു കസ്റ്റമർ വന്നാലും എടുത്തു കൊടുക്കാനുണ്ടെങ്കിൽ അതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ അതും ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ കളർ തീമിൽ ഒതുക്കുകയാണ് ബ്രാൻഡിങ്, അല്ലെങ്കിൽ ലോഗോയിൽ ഒതുക്കുകയാണ്. പക്ഷെ ഇതെല്ലാം ബ്രാൻഡിങ് ആണ്, എക്സ്പീരിയൻസ് ആണ്. ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് കിട്ടുന്ന എക്സ്പീരിയൻസ് അത് നെഗറ്റീവ് ഇംപ്രഷൻ ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ടെലികോളറിനെ വിളിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞുതരാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ആൾക്കാരുടെ മനസ്സിലുള്ള അതിനെക്കുറിച്ചുള്ള ഒരു ബ്രാൻഡിന്റെ ആ ഒരു ചിന്ത അങ്ങ് പോയി ഡൗൺ ആയി. അപ്പൊ ഇത് മൊത്തം ഇ കൊമേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റ് വാങ്ങുന്നതും വിൽക്കുന്നതും എല്ലാം ബ്രാൻഡിങ് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പ്രോസസ്. പോസിറ്റീവ് ആയിട്ട് ഇംപ്രഷൻ ആൾക്കാരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കിയെടുക്കണം. അതെ, അതിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ ചെയ്യാം. ഈ ആമസോണിൽ ഇപ്പൊ ഏതൊക്കെയോ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയ സമയത്ത് ഇതേപോലെ അവരുടെ എനിക്ക് ഒരു ഹാൻഡ് റിട്ടൺ നോട്ട് വന്നിരുന്നു. അത് വളരെ ഇംപ്രസീവ് ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ വേറൊരു കമ്പനി അതിന്റെ കൂടെ വേറൊരു ഓഫർ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അവരുടെ സൈറ്റിലാണ്. അപ്പോൾ ആമസോണിൽ കസ്റ്റമർ അക്വിസിഷൻ നടന്നു, പക്ഷെ അവര് ഇവിടുന്ന് അവരുടെ വെബ്സൈറ്റിലേക്ക് ബുക്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് 15% ഓഫ് ഈ സൈറ്റിൽ നിന്ന് പർട്ടിക്കുലർ സൈറ്റിലേക്ക്. അപ്പൊ അവര് ആമസോണിനെ കാണുന്നത് ഒരു അക്വിസിഷൻ ചാനലായിട്ടാണ്. പക്ഷെ അഗൈൻ ആ എക്സ്പീരിയൻസ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കൊള്ളൂല്ലെങ്കിൽ നമുക്ക് പിന്നെ പോകത്തില്ല. വേറെ എന്തെങ്കിലും ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഇ കൊമേഴ്സ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഒരു സെഷൻ നമ്മൾ മാസ്റ്റർ ക്ലാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇനിയും ഒരുപാട് ഇപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ആണെങ്കിലും ബ്രാൻഡിങ് ഒരുപാട് പേര് സ്റ്റാർട്ടപ്സ് ഉണ്ട്, SMEs ഉണ്ട്. ഇവരെല്ലാം ബ്രാൻഡിങ് നോക്കുന്ന ആൾക്കാരാണ്, ആവശ്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ സിജുവിനെ ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോന്റെ കൂടെ കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുക, നന്നായിട്ട് ചാർജ് ചെയ്യുക, പക്ഷേ കറക്റ്റ് കൺസൾട്ടേഷനും സപ്പോർട്ടും കൊടുക്കുക. നമുക്ക് ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾ പലപ്പോഴും കൺസൾട്ടേഷന് എടുക്കുന്ന സമയത്ത് അത് ക്ലയൻസിനെ നോക്കിയിട്ട് നമുക്ക് എടുക്കാനും കഴിയത്തുള്ളൂ. കാരണം ഇത് എടുത്തുകൊണ്ട് ആൾക്ക് എന്തെങ്കിലും ആൾ ഉപയോഗിക്കും എന്നുള്ളത് നമ്മൾ പൈസ വെറുതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. ആൾക്ക് ഇത് റൺ ചെയ്യാനുള്ള കേപ്പബിലിറ്റി വേണമല്ലോ. സോ ഇതും കൂടി ജഡ്ജ് ചെയ്തിട്ട് നമ്മൾ ക്ലയൻസിനെ ഇവൻ എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത് വെറുതെ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫേംസ് ഒക്കെ ചെയ്യുന്ന പോലെ അങ്ങ് ചെയ്തു പോവുക, റിസൾട്ട് ഒന്നും ഇല്ല, പൈസ വാങ്ങുക, അത് ചെയ്ത് നമുക്ക് എഫേർട്ട് ആണ്. കാരണം അത്രത്തോളം ഇത് മറ്റൊരു സ്റ്റാഫിന് ചെയ്യാൻ കഴിയുന്നൊരു പരിപാടിയല്ല. എക്സ്പീരിയൻസ് വേണം. അത് ഇരുന്ന് കോൺസെപ്റ്റ് ഉണ്ടാക്കുന്ന എല്ലാം സ്വയം ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ എടുക്കുന്നുള്ളൂ, അങ്ങനെ എടുക്കാൻ കഴിയത്തുള്ളൂ. ഈ ഫീൽഡിന്റെ ഏറ്റവും വലിയ ലിമിറ്റേഷനും അത് തന്നെയാണ്, ക്രിയേറ്റിവിറ്റിയുടെ ഒരു ലിമിറ്റേഷൻ ആണ്. കഴിയത്തില്ല. AI ചെയ്യാൻ പറ്റാത്തൊരു ഏരിയ ആണിത്, പക്ഷെ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ലിമിറ്റേഷൻ. പക്ഷെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിന് വേണ്ടേ? അവരെ എംപവർ ചെയ്യാന്നുള്ളതാണ്. അവരെ കൊണ്ട് എംപവർ ചെയ്ത് ഓൾറെഡി യു ആർ ഡൂയിങ് ഇറ്റ്, ട്രെയിനിങ് വെച്ചിട്ട്. ഓക്കെ, സോ എന്തായാലും എനിക്ക് തോന്നുന്നു ബ്രാൻഡിങ്ങിനെ കുറിച്ച് ഇനി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഓരോ എലമെന്റ്സ് കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ടാവും. അതായത് ലോഗോനെ കുറിച്ച് ഇഷ്ടംപോലെ കാര്യങ്ങൾ, പേരിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞത് തീരത്തില്ല. നമുക്ക് പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ അടുത്തൊരു സെഷൻ ചെയ്യാം. പിന്നെ നമുക്ക് മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചിട്ട് മറ്റുള്ള സെഷൻസ് പ്ലാൻ ചെയ്യാം. അപ്പൊ എന്തായാലും താങ്ക് യു സിജു ഫോർ കമ്മിങ് ടു ഗ്രോത്ത് ടോക്സ്. അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടത് ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ട് നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദി വെൽ നോൺ ബ്രാൻഡ് കൺസൾട്ടന്റ് ആൻഡ് ട്രെയിനർ ആയിട്ടുള്ള സിജു രാജനിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊരു ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തൊരു കാര്യമാണ് ബ്രാൻഡിങ്. നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണ് എന്ന് ആദ്യമേ പ്ലാൻ ചെയ്ത് അതിലേക്ക് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിനൊരു ചിത്രം കൊടുത്ത്, ഒരു മുഖം കൊടുത്ത്, അതിനെ ജനങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു പ്രോസസ്സാണ് ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. സിജുവിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുത്തിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ് ആൻഡ് സി യു ഇൻ ദി നെക്സ്റ്റ് സെഷൻ.